ഓം ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസി പിപൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങളോരൊന്നു മനസ്സിലേറി കൃഷ്ണ നിൻ പാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിൽ എനിക്കു വേണ്ട. മേഘം നിന്റെ മനസ്സ് വാർന്നു പടരും കാളിന്തി നിൻ കണ്ണുനീർ വ്യോമം നിന്റെ ഹൃദന്തം ഏറെ ഇളകും നാദങ്ങൾ നിൻ ഗദ്ഗദം താരം താവക സ്വപ്നം ഇന്ദുകല നിന്നിർത്തുള്ള രൂപം മഹാകാലം നിന്നുടെ വാഴ്വ് നീലമയിലേ നീ രാധതൻ സങ്കടം. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. അരുണകിരണജാലൈരഞ്ജിതാശാവകാശ വിധൃതജപടീകാ പുസ്തകാ വേദഹസ്ത ഇതരവരകരാഢ്യ ഫുല്ലകൽഹാരസംസ്ഥാ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായി ഉള്ളവൻ്റെ എളിയ പ്രണാമം. എല്ലാ വർഷവും പറയാറുള്ളത് പോലെ വലിയ സദ്യയുടെ ഇടയിൽ അച്ചാറ് വേണമല്ലോ. ഭാഗവതമാകുന്ന പ്രഥമൻ ധാരാളം വാരി 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 കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ പായസം കുറേ കുടിച്ച് നാവിനൊരു മരവിപ്പ് വരും. അപ്പം കുറേ കുടിച്ച് കുടിച്ച് പോകുമ്പോൾ വീണ്ടും പായസം കുടിക്കണമെന്നുണ്ട്. പക്ഷേ നാവിൻ്റെ മധുരാധിക്യം കൊണ്ട് വീണ്ടും കുടിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ സാധാരണ എന്താ ചെയ്യുക? കേൾക്കാൻ വയ്യ. അച്ചാറെടുത്ത് നാവിൽ തൊട്ടിട്ട് വീണ്ടും പായസം കുടിക്കാൻ തുടങ്ങും. അപ്പം ഇന്ന് പറയുന്ന മാതിരി കുറച്ച് അച്ചാറ് വിളമ്പാം എന്നാണ് എല്ലാ കൊല്ലത്തെയും പ്രാർത്ഥന. അത് വിളമ്പാൻ അറിയാമോ എന്നറിയില്ല. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വിറച്ചുകൊണ്ട് ഒരു പരിശ്രമം നടത്താം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഇവിടെ നമുക്കിന്ന് ഈ അപരാഹ്നത്തോടടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭാഗവതത്തിലെ ധ്രുവചരിതം എന്നുള്ള വിഷയമാണ് തന്നിട്ടുള്ളത്. ധ്രുവം അല്ലെങ്കിൽ ധ്രുവ ഭാവത്തെ പത്മപുരാണത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. ഭാഗവതം കേട്ടാൽ ആരെ പോലെ ആവണം? ഒന്നെങ്കിൽ പ്രഹ്ലാദനെ പോലെ ആവണം, അല്ലെങ്കിൽ ധ്രുവനെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ധ്രുവ പദം കൊണ്ട് തന്നെ വേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രതിഭിജ്ഞാദർശന പ്രകാരം ഈ ജീവാത്മാവിനെ നമ്മൾ സാധാരണ പ്രകാശവിമർശമയം എന്നൊരു പ്രയോഗം സാധാരണ നടത്താറുണ്ട്. കാരണം ഈ ജീവാത്മാവിൻ്റെ പ്രകാശം അല്ലെങ്കിൽ ജീവപ്രകാശത്തിൻ്റെ
ബാഹ്യമായിട്ടുള്ള വ്യഷ്ടിതലങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് ബാഹ്യ വ്യവഹാരങ്ങളിൽ ഭാവനയും സ്വപ്നവും ഒക്കെ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ശരിക്കും ധ്രുവപദത്തിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള വ്യഷ്ടിതലത്തിൽ നിന്ന് ആന്തരികമായിട്ടുള്ള ഒരു പ്രകാശത്തിലേക്കുള്ള ഒരു മാറ്റം ഈ കഥയിൽ നമുക്ക് കാണാം. കാരണം അന്ധകരണത്തിന്റെ പ്രകാശം അല്ലെങ്കിൽ അന്ധകരണത്തിനെ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആ പ്രകാശം ആത്മജ്യോതിസ് തന്നെയാണ്. അപ്പൊ വ്യഷ്ടിതലത്തിലുള്ള ജീവബോധത്തിൽ നിന്ന് സമഷ്ടിതലത്തിലേക്കുള്ള പ്രകാശം. കാരണം വ്യഷ്ടിതലത്തിലുള്ള പ്രകാശത്തിലെ രാഗ ദ്വേഷാംശങ്ങളെല്ലാം അന്ധകരണവും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുമൊക്കെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു തലത്തിലേക്കുള്ള പ്രയാണമാണ് ധ്രുവപദത്തിലേക്ക്. മൃത്യുവിൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് ധ്രുവൻ കടന്നുപോയി എന്ന് പറയുന്ന നേരം വരെയുള്ള ആ ചരിതം നമ്മളെ ബോധിപ്പിക്കുന്നത്. കാരണം ഭാഗവതത്തെ നമ്മൾ നോക്കി കാണേണ്ടത് ഏത് തരത്തിലാണെന്ന് ഭാഗവതം തന്നെ നമ്മളോട് പൂർണ്ണമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൗകികമായിരിക്കുന്ന ഭാഷയിൽ ഒരു കഥ കേട്ടിട്ട് ഔപനിഷദികമായിരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് നോക്കി യാതൊന്നിനെയും നിഷേധിക്കാതെ എപ്പോഴാണോ നമ്മൾ ഈശ്വര തത്വത്തെ അറിയാനുള്ള പരിശ്രമം, അതാണ് കൽപ്പസൂത്രങ്ങളൊക്കെ പറയുക സർവദർശന അനിന്ദ. ഒരു ദർശനത്തെയും നിന്ദിക്കുന്നില്ല, ഒരു ദർശനത്തെയും മമതയോടുകൂടി കാണുന്നില്ല. കാരണം നമുക്കൊക്കെ ഈ ദർശനങ്ങളോടും ആരാധനകളോടും ഒക്കെ മമത വരികയാണ് ചെയ്യുക. ഭാഗവതത്തിന് ഒന്നിനോടും മമതയില്ല. ഒരു വസ്തുവിനോടും ഒരു സിദ്ധാന്തത്തെയും മുറുകെ പിടിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അതെന്താ അങ്ങനെ പറയുക. കാരണം നമ്മൾ നോക്കിയാൽ ഭാഗവതത്തിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്തുള്ള പ്രതിപാദ്യം ഈശ്വര കൃപയാണ്. ഇപ്പൊ നമ്മൾ വിട്ടുപോകുന്നതാണ്. ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ധ്രുവചരിതത്തിന്റെ അധ്യായങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതിനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ഇരുന്ന് പറഞ്ഞതാണ്. പണ്ട് ഒരു സത്രത്തിന് ധ്രുവചരിതമായിരുന്നു വിഷയം. രണ്ടാമത് വീണ്ടും നമ്മളിവിടെ ധ്രുവചരിതം പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ ഈശ്വര കൃപയാണ്. കാരണം ഭാഗവതത്തെ നന്നായിട്ടൊന്ന് നോക്കി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി പറയുന്നത് വളരെ സൂക്ഷിച്ച് കേട്ടില്ലെങ്കിൽ അബദ്ധം ഉണ്ടാവാൻ പോകുന്ന ആശയമാണ്. കാരണം ഭാഗവതത്തിലെ കഥാപാത്രങ്ങളെ എന്ന് മാത്രമല്ല ഏതു മതഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ കഥാപാത്രങ്ങൾക്കൊക്കെ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ട്, എത്രത്തോളം നിലവാരം ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇപ്പൊ പരീക്ഷത്തിന് ഉദാഹരണമായിട്ട് എടുത്തോളൂ. ആരെങ്കിലും ചെയ്യുന്നതാണ് ഒരു മഹർഷിയുടെ കഴുത്തിൽ ദാഹം വന്നിട്ട് പാമ്പിന്റെ തോലെടുത്ത് ചുറ്റി വയ്ക്കുക. അദ്ദേഹം മുക്തനായില്ലേ? അജാമിളൻ വേശ്യാസ്ത്രീയുടെ കൂടെ പോയി അജയാമിളനം യസ്യ ഇത് അജാമിള എന്നാണ്, അവിദ്യ കൊണ്ട് മറയ്ക്കപ്പെട്ടു എന്നാണ്. വേശ്യാസ്ത്രീയുടെ കൂടെ പോയി താമസിച്ചു, അജാമിളനും മുക്തനായി. കൃഷ്ണൻ തേര് തെളിച്ചു കൊടുത്തിട്ടും അർജുനനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രജ്ഞ ഉണർന്നിട്ടുണ്ട് ആലോചിക്കേണ്ടതാണ്. അർജുനനും മുക്തനായി, ഹിരണ്യാക്ഷനും മുക്തനായി, ഹിരണ്യകശിപുവും മുക്തനായി. ഇപ്പൊ ധ്രുവന്റെ കഥ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിവിടെ കാണും ഈശ്വര സ്വരൂപം മുമ്പിൽ വന്ന് നിന്നിട്ട് ധ്രുവന് സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിൽ അഭിപ്രായം പറയാൻ അറിയില്ല. കാരണം അത് ധ്രുവന് മാത്രമേ അറിയുള്ളൂ. ധ്രുവപദപ്രാപ്തിയിലേക്ക് ധ്രുവൻ പിന്നീടാണ് പോയതെന്ന് കഥ പറയുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാകും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മനസ്സ് തകർന്ന് അല്ലെങ്കിൽ ഈശ്വരാരാധനയുടെ സദംശങ്ങളെ അറിഞ്ഞുപാസിച്ചവരൊന്നുമല്ല. അവരുടെ സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങൾക്കൊന്നും സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയാം. ഏതൊഴിച്ചാൽ ഭഗവത് കൃപയൊഴിച്ചാൽ ആ ഭഗവത് കൃപയാണ് ഈ കഥാപാത്രങ്ങളെ മുഴുവനും മിഴിവുറ്റവരാക്കി തീർക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെയാണത്. നമുക്കൊക്കെ എന്ത് സ്റ്റാൻഡേർഡാണുള്ളത്? ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ വലിയ സിംഹാസനം പോലുള്ള ഈ ഇത് കണ്ടപ്പോഴേ ഇതിന്റെ പുറത്ത് കയറിയിരിക്കാൻ നമുക്ക് എന്ത് സ്റ്റാൻഡേർഡാണുള്ളത്?
ഏതോ കോളേജിൽ എന്തോ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച് നടന്ന് ഞാൻ ഇവിടെ വന്ന് ഇതിന്റെ പുറത്തിരിക്കാൻ ഒരു സ്റ്റാൻഡേർഡും ഇല്ല. പക്ഷേ ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയാണ്. ഈശ്വര കൃപയുടെ മഹാത്മ്യമാണ് ഓരോ കഥയിലും നാം അറിയേണ്ടത്. കാരണം ആ കൃപയില്ലാതെ ഭാഗവതമില്ല. അല്ലാതെ ഇതിലിപ്പോ ഭക്തിക്കാണോ പ്രാധാന്യം, ജ്ഞാനത്തിനാണോ പ്രാധാന്യം, വൈരാഗ്യത്തിനാണോ പ്രാധാന്യം, വേദാന്തമാണോ, അദ്വൈതമാണോ, ശിവാദ്വൈതമാണോ, ഈ വാദങ്ങളെല്ലാം നിരർത്ഥകമാണ്. ഈ വാദങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ കൃപ വേണം, ഈശ്വര കൃപ വേണം. അല്ലാണ്ട് എങ്ങനെയാ നമുക്ക് വാദങ്ങളെ ആസ്പദമാക്കിയിട്ട് ചിന്തിക്കാൻ പറ്റുക? ഏതൊന്നിനും ഈശ്വര കൃപയാണ് ആവശ്യമുള്ളത്. ഈശ്വര കൃപയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഓരോ പ്രകരണങ്ങളും നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പൊ ഈ കഥയെ നമുക്കൊന്ന് സംഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാം, സത്രവേദിയാവുന്ന സമയത്ത് ഇതിന്റെ ലക്ഷ്യം, ഇതിന്റെ തത്വത്തെ ഒന്ന് നോക്കിക്കാണുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ കാണുന്നുണ്ട്, ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ തന്നെ പറയണത് ദക്ഷന്റെ 16 കന്യകമാരുടെ അതിൽ 13 പേരെ ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തതായിട്ടും. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത് ധാർമ്മിക വൃത്തികളാണ്. അതും മുഴുവൻ ധാർമ്മിക വൃത്തികളാണ്. ബ്രഹ്മദേവന്റെ നെഞ്ചിൽ നിന്നാണ് അത്ര ധർമ്മം ഉണ്ടായത്. പുറകുഭാഗത്ത് നിന്ന് അധർമ്മം ജനിച്ചു എന്നാണ്. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കഥയിൽ തുടങ്ങുമ്പോൾ നമ്മൾ കാണും. പിന്നീട് ആ പരമ്പര നോക്കിയാൽ മനസ്സിലാവും, അധർമ്മത്തിന്റെ ഭാര്യയായിട്ട് അസത്യമാണ് വന്നത്, വൃഷ എന്ന് പറയുന്നത്. അതങ്ങനെ വരുള്ളൂ. അത് കഴിഞ്ഞ് അവരിൽ നിന്ന് പിന്നീട് ദംഭവും മായയും തമ്മിൽ പിണങ്ങിയിട്ടാണ് ലോഭവും ഷഠതയും ഉണ്ടാവുന്നത് എന്നാണ്. എത്ര എളുപ്പം മനസ്സിലായി. ഇതിലെന്ത് ഫിലോസഫിയാണുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണോ അതിനെ പ്രതിപാദിച്ചു. അത് അവസാനിക്കുന്നത് മൃത്യുവിലാണ്. ആ പരമ്പര അവസാനിക്കുന്നത് മൃത്യുവിലാണ് വന്ന് നിൽക്കുന്നത്. കാരണം കലിയിൽ നിന്ന് ദുരുക്തി ഉണ്ടായി, ദുരുക്തിയിൽ നിന്ന് ഭയം ഉണ്ടായി, ഭയത്തിൽ നിന്ന് മൃത്യു ഉണ്ടായി. മൃത്യുവിൽ ധ്രുവന്റെ കഥ തുടങ്ങുന്നു, മൃത്യുവിനെ ചവിട്ടിക്കൊണ്ട് ധ്രുവചരിതം അവസാനിക്കുകയാണ്. ഭാഗവതത്തിന്റെ ഇതിവൃത്തം അത് തന്നെയാണ്. ഭാഗവതം കേൾക്കുന്ന ഓരോ തലമുറയും ചോദിക്കും, പരീക്ഷത്തിന് ഇപ്പം എന്താ കിട്ടിയത് ഭാഗവതം കേട്ടിട്ട്? കാരണം ഭാഗവതം കേട്ടിട്ട് നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കില്ലായിരിക്കാം, ഒരുപക്ഷെ തക്ഷകൻ വരില്ലായിരിക്കാം. വന്നാൽ തന്നെ കടിയേറ്റിട്ട് ഒരു പക്ഷം ചിന്തിക്കാൻ പറ്റും, ഭാഗവതത്തിന്റെ മഹത്വം കൊണ്ട് ഒരുപക്ഷെ വിഷമേൽക്കാതിരുന്നിട്ടുണ്ടാവാം. ഒന്നും ഉണ്ടായില്ല. 7 ദിവസം കഴിഞ്ഞു, തക്ഷകൻ വന്നു, ദംശിച്ചു, പരീക്ഷിത്ത് ഭസ്മീകൃതനായി പോയി. അപ്പോ നമുക്ക് ചോദിക്കാം, ഭാഗവതം കേട്ടതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? പരീക്ഷത്തിനാണ് ബോധിക്കാൻ പറ്റിയത്. അവനവന് മുക്തി ഉണ്ടോ എന്നുള്ളത് രണ്ടാമതൊരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഭാഗവതത്തിന്റെ സിദ്ധാന്തം. കാരണം സെൽഫ് റിയലൈസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ, അതാണ് ഭാഗവതം പറയാ, മുക്തിർ ഹിത്വാൻ യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്നാണ്. സ്വരൂപജ്ഞാനമാണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം. അപ്പോ തന്റെ സ്വരൂപം എന്താണ്? പരീക്ഷത്തിന് അത് ബോധ്യമായല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. പരീക്ഷത്ത് മുക്തനായി എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അത് മറ്റൊരാൾക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ബോധിക്കേണ്ടത്, ഇതിൽ ഒരു ലയം, ഒരു അനുഭൂതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസം, ഗൗരവമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണമെങ്കിൽ ഈശ്വര കൃപ ഉണ്ടാവണം. അപ്പോ ഭയത്തിൽ നിന്നുള്ള മുക്തി. നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾക്ക് നമ്മളെ അറിയുന്ന നിമിഷത്തിൽ മാത്രമാണ് നമുക്ക് ഭയമില്ലാതിരിക്കാൻ പറ്റുക, സുതാര്യമായിട്ടിരിക്കാൻ പറ്റുക. അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഇതിവൃത്തം കൂടിയാണ് ധ്രുവചരിതം നമ്മൾ കാണുക. കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വയംഭുവ മനുവിൽ നിന്ന് കഥ തുടങ്ങുകയാണ്. ആ സ്വയംഭുവ മനുവിന് 2 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രിയവ്രതനും രണ്ടാമത്തത് ഉത്താനപാദനും. തൈത്തിരീയോപനിഷത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ആനന്ദമയ കോശം, അതിൻ്റെ മസ്തകം പ്രിയം ആണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രിയവ്രതൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും. ഇതാണ് കാഴ്ചപ്പാടെന്നല്ല, അങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. ആനന്ദമയ കോശം എന്ന രീതിയിലാണ് പ്രിയവ്രതനെ നമുക്ക് ഔപനിഷദിക ഭാഷയിൽ കാണാൻ പറ്റുക.
കാരണം ഭാഗവതത്തിന് അങ്ങനെ ഒരു ഭാഷയുണ്ട്. അതിനാണ് പരമത ഭാഷ എന്ന് പറയുക. ഇപ്പൊ ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ചീതാം ആകൃത കസോ സിദ്ധനം എന്ന് പറയുന്നത് ആത്മാവസ്യ ഇതം സർവം എന്ന് പറഞ്ഞിട്ട് ഭാഗവതം മാറ്റി അങ്ങോട്ട് പറയുക. അപ്പൊ ആ ഔപനിഷദികമായ ഭാഷയിൽ ചിന്തിച്ചാൽ നമുക്കിവിടെ മനസ്സിലാവും. പ്രിയവ്രതൻ എന്ന് പറയുന്ന ആളെ ആനന്ദമയ കോശമായിട്ടാണ്. അതാണ് അദ്ദേഹത്തിന്റെ കഥ. മറ്റൊരു മെത്തേഡിലാണ്, യോഗാനുഭൂതിയിലാണ് അദ്ദേഹത്തിന്റെ കഥ പിന്നീട് നമ്മൾ കണ്ടു വരിക ഭാഗവതത്തിൽ. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന ആളാണ് ഈ ഉത്താനപാദൻ. ഉത്താനപാദൻ യഥാർത്ഥത്തിൽ വിജ്ഞാനമയ കോശാണ്. ജ്ഞാനവും വിജ്ഞാനവും രണ്ടാണ്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് നോളജാണ് വിജ്ഞാനം, ജ്ഞാനം ച ഐകാത്മദർശനം എന്നാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ആ അറിവ്, കാരണം നമ്മൾ സാധാരണ പറയും ബുദ്ധി എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് ശ്രുതബുദ്ധി എന്ന് പറയും, രണ്ടാമത്തത് യുക്തബുദ്ധി എന്ന് പറയും, മൂന്നാമത്തത് ഋതംഭരാബുദ്ധി എന്ന് പറയും. ഋതം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഉപനിഷത്താണ്. സത്യം വദിഷ്യാമി, ഋതം വദിഷ്യാമി. സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യമാണ്, റിലേറ്റീവ് ട്രൂത്ത് ആണ്. അതേസമയം ഋതം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ്, അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. കാരണം അതിന് വ്യത്യാസമില്ല. അതുപോലെയാണ് ഇവിടെയും ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും ശ്രീരാമകൃഷ്ണ പരമഹംസദേവനെ നമ്മൾ ജ്ഞാനി എന്ന് വിളിക്കും. അതേസമയം നമ്മുടെ വീടിനടുത്ത ഒരാളെ MSc ഫിസിക്സ് പാസ്സായ നമ്മൾ പറയോ ജ്ഞാനിയായ മനോജ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? അതൊരു ഡാറ്റ മാത്രമാണ്. അപ്പൊ ഇവിടെ വിജ്ഞാനമയ കോശം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് ഭേദാഭേദഭാവം അതിൽ നിലനിൽക്കും. അതാണ് ഇവിടെ 2 പേരാണ് നമ്മൾ കാണുക. അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ട് സുനീതിയും സുരുചിയും ആ കഥയിൽ നമ്മൾ കാണും. അപ്പൊ കഥ നമുക്കറിയാം. മുന്നോട്ട് പോകുന്ന സമയത്ത് ധ്രുവരാജകുമാരന്റെ ആ രൂപ സൗശീലതയും സുകുമാരഭാവവും ഒക്കെ നമ്മൾ കാണും. ആ ധ്രുവരാജകുമാരൻ ഒരു ദിവസം അച്ഛനായിരിക്കുന്ന ഉത്താനപാദ മഹാരാജാവ് രാജസിംഹാസനത്തിലിരിക്കുമ്പോൾ അച്ഛന്റെ മടിയിലൊന്ന് കയറിയാൽ കൊള്ളാമെന്നൊരു ചിന്ത ഉണ്ടായി എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അച്ഛന്റെ മടിയിലേക്ക് കയറാൻ ഒരുങ്ങവേ ആ അമ്മയായിരിക്കുന്ന സുരുചി വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ് ആ കുട്ടിയോട്. അകാരണമായി തന്നെ പറയാം. പറഞ്ഞു, നീ ഇതിനർഹനല്ല മോനെ. നിനക്കിതിൽ അർഹത ഉണ്ടാവണമെങ്കിൽ നീ പോയിട്ട് എൻ്റെ വയറ്റിൽ ജനിച്ചിട്ട് വേണമെങ്കിൽ അർഹത നേടിക്കോളൂ. അതിന് വാസുദേവനെ ആശ്രയിക്കണം എന്ന് പറയുകയാണ്. ഓരോ കഥകളിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരുപാട് തത്വദീക്ഷകൾ പലതരം വീക്ഷണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ഒരേ വീക്ഷണത്തിലല്ല. ഇപ്പൊ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട തത്വദീക്ഷയാണ്. കാരണം ഈ ധ്രുവരാജകുമാരന്റെ അമ്മയും ധ്രുവനും തമ്മിലുള്ള ബന്ധം, ആ ധ്രുവരാജകുമാരൻ പൊടുപൊടെ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് അമ്മ പറഞ്ഞത് എന്താണ്? സാധാരണ ഈ കഥ നമ്മുടെ ജീവിതത്തിലായിരുന്നെങ്കിലോ, നമ്മുടെ കുട്ടികൾ എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നാൽ ആ കുട്ടി എന്താ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കില്ല. കുട്ടിയെ കരയിപ്പിച്ച ആളിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കാനായിട്ടാണ് പലപ്പോഴും ശ്രമിക്കുക. അതേസമയം ഇവിടെ ആ അമ്മ നല്ലോണം കേട്ടു എന്താണ് തൻ്റെ മകന്റെ കരച്ചിലിന് കാരണം എന്ന് വളരെ സമയമെടുത്തുകൊണ്ട് കേട്ടു. കാരണം ധ്രുവ ഭാവം ഭാഗവതം പറയുന്നുണ്ട്, ശ്വാസം കിട്ടാതെ വന്നു എന്നാണ് കോപം കൊണ്ട്. ധ്രുവൻ ആദ്യമേ കുഞ്ഞിക്കുട്ടിയാണല്ലോ, ശ്വാസഗതി വല്ലാണ്ടായി. കാരണം സഭാമധ്യത്തിൽ വെച്ചിട്ടാണ് ആക്ഷേപം ഉണ്ടായത്. അപ്പൊ കുട്ടിക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറത്താണ് ആ വല്ലാത്ത ഭർസനങ്ങൾ ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ഇവിടെ നാം അറിയേണ്ട ഒരു തത്വമുണ്ട്. കാരണം മാതൃത്വം എന്ന് പറയുന്ന ഒരു വലിയ സാങ്കത്യം ഇതിനകത്തുണ്ട്. കാരണം ഈ പ്രഹ്ലാദനാണെങ്കിലും ധ്രുവരാജകുമാരനാണെങ്കിലും ഇവരൊക്കെ ഈശ്വരനിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അമ്മയിൽ നിന്നാണ്. ഇത് മറന്നുപോകരുത് ജീവിതത്തിൽ. കാരണം അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നതില്ലാതെ ജീവിതത്തിൽ എവിടേക്കും ചലിക്കാൻ പറ്റില്ല നമുക്ക്. എങ്ങനെയാ സാധിക്കുക? അമ്മയുടെ ഇച്ഛയില്ലാതെ സന്യസിക്കണമെങ്കിലും ആദ്യം വേണ്ട അനുഗ്രഹം അമ്മയുടെ ഇച്ഛയാണ്. അല്ലാതെ ഭാരതത്തിലെ വീര മക്കള്, ഭാരതത്തിന്റെ സ്വത്തായിരിക്കുന്ന മഹാതപസ്വികളായിരിക്കുന്ന
മക്കൾ ഓരോരുത്തരും തപസ്സിന് പോണ സമയത്ത് ഇവിടുത്തെ അമ്മമാര് കരഞ്ഞ ചരിത്രമൊന്നുമില്ല. ശങ്കര ഭഗവത് പാദര് തപസ്സിന് പോയി കാവ്യ ഉടുത്ത വേളയിൽ ശങ്കര ഭഗവത് പാദരോട് അമ്മ ചോദിച്ചത്, ഞാൻ എന്നാണ് മോനെ നിന്നെ കാണുക എന്നാണ്. സന്തോഷമായിട്ടാണ് ചോദിച്ചത്, അല്ലാതെ നിന്നെ ഞാൻ എപ്പോഴാ കാണുകയെന്ന് കരഞ്ഞും കൊണ്ടല്ല. കാരണം ഭാരതത്തിൽ മാത്രമേ ഈ സന്യാസ പരമ്പരയുടെ തീക്ഷ്ണത നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അത് നമ്മൾ പക്ഷേ കാണാതെ പോവുകയാണ്. നമ്മൾ തരം കിട്ടുമ്പോൾ സന്യാസ വൃത്തികളെ പലപ്പോഴും നമ്മൾ അപഹസിക്കാൻ പോലും ശങ്കര വേദാന്തം ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് അപകടം. കാരണം ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യേണ്ടത് ഭാരതീയ സന്യാസ സംസ്കാരത്തെ. കാരണം യഥാർത്ഥത്തിൽ സന്യാസ വൃത്തി ചെയ്യുന്ന ഒരാൾ കാവ്യ ഒടുക്കുന്നതും രുദ്രാക്ഷം ധരിക്കുന്നതും ഭസ്മം ധരിക്കുന്നതും ഒക്കെ ഉദരനിമിത്തമാണെന്നാണ് ഭാഷ്യം. ഉദരോപാസനയുടെ ലോകം കൂടെ നമ്മളവിടെ കാണണം. കാരണം മഹാത്മാക്കൾ പറഞ്ഞത് അത്തരം ഉപാസനകളെ കൂടിയാണ്. കാരണം ഉദരോപാസന എന്ന് പറഞ്ഞിട്ടൊരു ഉപാസനയുണ്ട്. ശ്രീവിദ്യാ സംസ്കാരത്തിലൊക്കെ മധുവിദ്യ, ഗോപികാവിദ്യ എന്നൊക്കെ പറയണ മാതിരി തൻ്റെ പ്രാണനെ പലതരത്തിലേക്ക് ഏറ്റിക്കൊണ്ടുവരുന്ന സമയത്ത് അവരനുഷ്ഠിക്കുന്ന ചിലതരം അനുഷ്ഠാനങ്ങൾക്ക്, ചിലതരം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ തല മുണ്ടനം ചെയ്യാൻ പറയും, ചിലതരം മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് മുടി നീട്ടി വളർത്താൻ പറയും, ചിലതരം മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ക്ലൈമറ്റൈസ്ഡ് ആവണം നമ്മുടെ ബോഡി. അതിനാണ് നമ്മൾ നവരാത്രി കാലഘട്ടങ്ങളിൽ കുഷ്മാണ്ഡ എന്ന ദേവി ആരാധന ചെയ്യുന്നത്. കുഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ദേവിയാണ്. അപ്പൊ ശരീരത്തിൽ കാണിക്കുന്ന ഓരോന്നും ഉദരനിമിത്തം എന്ന് പറഞ്ഞാൽ ഉദരോപാസന നിമിത്തം ബഹുകൃതങ്ങളായ വേഷങ്ങളെ സ്വീകരിക്കുന്നതും കൂടെ ശങ്കര ഭഗവത് പാദര് അർത്ഥം പറഞ്ഞതായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഭാരതീയ സന്യാസ സംസ്കാരത്തെ അപഹസിക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം നമ്മൾ ഗൃഹസ്ഥന്മാരാണ്. ഗൃഹസ്ഥന്മാരുടെ വായിൽ നിന്ന് സന്യാസം എന്ന് പറയാൻ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾ ധ്രുവചരിതത്തിന്റെ കാതലായിരിക്കുന്ന വശത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത് ഇതാണ്: ഭാരതീയ സംസ്കാരത്തിൽ ഒരമ്മയാണ് ധ്രുവനെ വാർത്തെടുക്കേണ്ടത്. എനിക്ക് ഈ സദസ്സ് കാണുമ്പം എന്നും നിരാശ തന്നെയാണ്, സന്തോഷമൊന്നും തോന്നാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ജീവിതത്തിൽ വിജയിച്ചവരാണ്. ഭൂമാനന്ദ സ്വാമിജി കേൾക്കണ്ട, തമാശ പറഞ്ഞല്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും വിജയിച്ചവരാണ് ജീവിതത്തിൽ. ഇവിടെ വരേണ്ടത് യങ്സ്റ്റേഴ്സാണ്, ചെറിയ കുട്ടികളാണ് ഇവിടെ വന്നിരുന്നത് കേൾക്കേണ്ടത്. ഇന്നൊരു ശനിയാഴ്ച കൂടിയാണ്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ എത്ര കുട്ടികൾ ഈ സദസ്സിൽ വന്ന് ധ്രുവനാവാനുള്ള പരിശീലനം നടത്താൻ തയ്യാറാണ്? അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ. യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ സദസ്സിൽ അത്യാവശ്യം പ്രായം കുറഞ്ഞ ആള് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ തലയിൽ 2 കൈയും വെച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ രക്ഷപ്പെടുത്തുക. ആരെങ്കിലുമൊക്കെ നേരെയാവണ്ടേ? തമാശ പറയല്ല, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു കാര്യം ഞാൻ കഥ തുടങ്ങുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് പറയാം. ഉണ്ണാനൊക്കെ പോയവർ തിരിച്ചു വരണതിന് മുമ്പ് ഒരു രഹസ്യം പറയാം, അവര് കേൾക്കണ്ട. കാരണം ഈ ധ്രുവചരിതത്തിൽ അമ്മയുടെ മാതൃതത്വത്തില് ഒരു വാക്ക് പറയാൻ നമുക്ക് ശക്തി ഉണ്ടാവുന്നത് ഈശ്വര കൃപ കൊണ്ടാണ്. ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ ധ്രുവന്റെ കഥ പഠിക്കുന്ന സമയത്ത് അമ്മ ആ മകനെ വഴിതിരിച്ചു വിട്ടത് എങ്ങോട്ടെന്നറിയുമോ? നീ ഈശ്വരനെ അഭയം പ്രാപിക്കും മോനെ, നിന്റെ ജീവിതം സഫലമാവുമെന്ന് പറഞ്ഞു കൊടുത്തു. എത്ര അമ്മമാര് പറയാൻ തയ്യാറുണ്ട്, നീ ഈശ്വരന്റെ വഴിയിൽ സഞ്ചരിക്ക്, നിന്റെ ജീവിതം ഗ്രേറ്റ് ആവും. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് 2 അബദ്ധങ്ങളാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു രഹസ്യം അതാണ് പറഞ്ഞത്, ഈ മക്കള് എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചവരൊക്കെ അവസാന കാലത്ത് പമ്പര വിഡ്ഢികളായ ചരിത്രം മാത്രമേ ഈ ലോകത്തുള്ളൂ. തമാശ പറഞ്ഞാൽ, എന്നാൾ ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു ഫോൺ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ്? അപ്പോൾ പറഞ്ഞു ഇന്ന ആളാണ്. എവിടുന്നാ വിളിക്കണേ? ചാലക്കുടിന്നാ വിളിക്കുന്നത്. എന്താ വേണ്ടത്? അപ്പോൾ അവര് പറയാണ്, ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും എവിടെങ്കിലും കൊണ്ടൊന്നും ആക്കണം. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങൾ ഈ അമ്മയെക്കുറിച്ചൊക്കെ പ്രഭാഷണം പറയുന്ന ആളല്ലേ? ഞാൻ ഈ മാതൃപഞ്ചകത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അവര് ചോദിക്കുകയാണ് എന്നോട്, അമ്മയെ കൊണ്ടാക്കാൻ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കാനേ, അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന എന്നോടാണ് വിളിച്ചു ചോദിക്കുന്നത് അമ്മയെ കൊണ്ടാക്കാൻ അനാഥ മന്ദിരം എവിടെയാണെന്ന്. ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇതൊക്കെ നിർത്തണം എന്നുള്ളത്. തമാശ പറയല്ല.
അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള കാലമെങ്കിലും, രഹസ്യം എന്ന് പറഞ്ഞത്, ഇനി ഈ കണ്ട കാലം എത്രയും, തല നരയ്ക്കുന്ന കാലം എത്രയും മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചെങ്കിൽ ഇനിയുള്ള കുറച്ച് കാലമെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം വരിക, എന്നെ നോക്കി പഠിപ്പിക്കണം എല്ലാവരും കൂടെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് സന്തോഷമില്ല. ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്നാൽ പോലും ഹൃദയം തുറന്നൊന്ന് ചിരിക്കാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ. നമ്മൾ ഗൗരവമേറിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്താ ഈ ഗൗരവം എന്ന് പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഹൃദയം തുറന്നൊന്ന് ആനന്ദിക്കാൻ, ആ ധ്രുവനെ പോലെ, പ്രഹ്ലാദനെ പോലെ ഈശ്വരന്റെ മുൻപിൽ ഒരു കൊച്ചു കുട്ടിയായി മാറാൻ നമുക്ക് എന്താ പറ്റാത്തത്? നമ്മുടെ ചുണ്ടിൽ എന്തുകൊണ്ടൊരു പുഞ്ചിരി വിടരുന്നില്ല? ആലോചിച്ച് നോക്കേണ്ടതാണ് നമ്മൾ. നമുക്ക് പറ്റുന്നില്ല നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് പറയുക, ഇനിയുള്ള കാലം മക്കളെയൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പറഞ്ഞു വിടുക. എന്നിട്ട് അവസാന കാലമാകുമ്പോഴേക്കും ഉള്ളതെല്ലാം കൂടെ ദയവ് ചെയ്ത് എഴുതി കൊടുക്കരുത്. തമാശ പറയല്ല. കുറച്ച് കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ട് ബാങ്കിലിടുക. പറമ്പ് മുഴുവൻ മക്കൾക്ക് ഇപ്പോഴേ എഴുതി കൊടുക്കരുത്. മനസ്സിലാവല്ലോ? ഉറങ്ങിയവരൊക്കെ എഴുന്നേറ്റും തോന്നുന്നു. ഇപ്പൊ നല്ല സമയമാണ്, നോട്ടൊക്കെ മാറാൻ പറ്റിയ സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നല്ലവണ്ണം ചിന്തിച്ചിട്ട് ഈ സത്രത്തിന്റെ വേദിയിൽ നിന്ന് ഇന്ന് എഴുന്നേറ്റ് പോയിട്ട് എന്ത് ചെയ്യുക, ഈ പിശുക്കിയുള്ള ജീവിതം ഒന്ന് നിർത്തുക. ആദ്യം ഈ ഉപ്പും കല്ലും നിന്ന് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാളെ രാവിലെ തൊട്ട് സന്തോഷിക്കുക അങ്ങോട്ട്. നാളെ രാവിലെ ആകുമ്പോൾ നല്ല പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര നല്ല ഭക്ഷണമൊക്കെ കിട്ടും. കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങുക, കദളിപ്പഴം, പൈനാപ്പിള്, നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങുക. ഓരോ ജ്യൂസ് ആയിക്കോട്ടെ, രാവിലെ സുഖമായിട്ട് അങ്ങോട്ട് കഴിക്കുക. രാത്രി ഓരോ ഗ്ലാസ് പാലായിക്കോട്ടെ. കാഞ്ചീപുരം പട്ടൊക്കെ ഓരോന്ന് വാങ്ങിച്ചു ഈ സെറ്റ് സാരി കൊടുത്ത് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് സന്തോഷിക്കുക അങ്ങോട്ട് നല്ലോണം. അപ്പൊ കുട്ടികൾ ചോദിക്കുക, എന്താ അമ്മ ഇപ്പൊ പറ്റിയത്? ഇനി ഇതൊക്കെ തന്നെ ഉള്ളൂ മോനെ, ഇനി എൻ്റെ ജീവിതം സന്തോഷിക്കാൻ പോവുകയാണ്. ഈ സത്രം വിട്ട് പോകുമ്പോഴെങ്കിലും ഒന്ന് ഈ അറ്റാച്ച്മെന്റ് ഒന്ന് വിടാദ്യം. ഒരു കാര്യം നേരത്തെ പറയാം, മക്കൾ അവസാന കാലമാകുമ്പോൾ നമ്മളോട് പറയും, ഞങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് തന്നേക്കൂ, ഞങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് തന്നേക്കൂന്ന്. എന്താ അവർ ചോദിക്കണത്? നമ്മുടെ നട്ടല് വേദനയാണോ? ആണോ? അല്ല, അവർക്ക് വേണ്ടത് സമ്പാദ്യമാണ്. അതുകൊണ്ട് ഓർത്തോളുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാനായിട്ട് ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരാളും ഉണ്ടെന്ന് വിചാരിച്ച് വ്യാമോഹിക്കരുത്. ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ തീരുമാനിച്ചിട്ട് വേണം പോവാൻ. എൻ്റെ ജീവിതം ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ്. ഇനി ചിലർ ചോദിക്കപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ടായാലോ? ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഒരു ഗുണമുണ്ട്, ICUവിൽ കിടന്ന് മരിക്കുകയും ചെയ്യാം. അല്ല, അയ്യോ എന്ന് പറയാനല്ല, ICUവിൽ കിടന്ന് മരിക്കുന്ന പോലെ ഒരു സുഖം ലോകത്തുണ്ടോ? കുട്ടികളോട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ നീ ICUവിൽ കൊണ്ട് വിട്ടോളാൻ പറയുക. എന്ത് സുഖം എന്നറിയാം അവിടെ. തമാശ പറഞ്ഞല്ല, അവിടെ കിടന്നിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കിക്കോളൂ, നേഴ്സിനോട് പറഞ്ഞോളൂ, ഈ അരയൊന്ന് ചെരിച്ച് തന്നേ. അപ്പം തന്നെ അവർ കൊണ്ടുവന്നിട്ട് ചെരിച്ച് തരും. വീട്ടിൽ കിടന്ന് പറഞ്ഞു നോക്കിയേ, മോനെ എൻ്റെ ഈ നടു ഒന്ന് പൊക്കി തന്നേന്ന് പറഞ്ഞാൽ അവിടെ എങ്ങാനും കിടക്കാൻ പറയും. ICUവിൽ കിടന്ന സുഖം AC ആണെന്ന് വെറുതെ തമാശ പറഞ്ഞല്ല. സുഖമായിട്ട് മരിക്കാം. അവിടെ ഒരു ദുഃഖവും ഇല്ല, ഒരു മോഹവും ഇല്ല, മോഹഭംഗങ്ങളും ഇല്ല, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്, ദയവ് ചെയ്തൊന്ന് ഹൃദയം തുറക്കുക. ആദ്യം നല്ലോണം ഒന്ന് ചിരിക്കാൻ, നല്ലോണം ഒന്ന് ജീവിതത്തെ ആസ്വദിക്കാൻ. ഈ കാണുന്നതിലെല്ലാം ഈശ്വരനാണെന്ന അനുഭവം നമുക്ക് വന്നാൽ നമ്മൾ എന്തിനാണ് പിന്നെ ഭയപ്പെടുന്നത്? പിന്നെ എങ്ങനെ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുക? കേരളത്തിലെ സപ്താഹയജ്ഞ വേദികളെയൊക്കെ കാണുന്ന സമയത്ത് മിക്കവാറും എനിക്ക് തോന്നാറുണ്ട്, മനോഹരമായി ചിരിക്കുന്ന കൃഷ്ണനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് 7 ദിവസം നോക്കി പേടിപ്പിക്കുകയാണ് കൃഷ്ണനെ. നമ്മളെല്ലാവരും കൂടെ ഭക്തജനങ്ങൾ വന്നിട്ടേ കൃഷ്ണനെ നോക്കി പേടിപ്പിക്കുക. പല സ്ഥലത്തും അങ്ങനെ 7-ാം ദിവസം കൃഷ്ണൻ പേടിച്ച് നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ സ്നാനത്തിന് പോണ സമയത്ത്. അങ്ങനെ പേടിപ്പിക്കരുത്. അതുകൊണ്ട് സ്വയം പ്രകാശമാവട്ടെ, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഈശ്വരൻ അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഓരോ അമ്മയും ദയവ് ചെയ്ത് അമ്മ എന്ന വ്യക്തിത്വത്തിൽ ആദ്യം അടിയുറക്കുക. അതിനാണ് ഈ സുനീതിയുടെ കഥ പറയുക. സുനീതി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ജസ്റ്റിസ്, നീതിയുള്ളവളാണ്. ആ നീതിബോധം ഒരമ്മയുടെ ഹൃദയത്തിൽ അങ്കുരിച്ചാൽ സ്വന്തം കുഞ്ഞിനെ തല്ലിയല്ല നമ്മുടെ ജീവിതത്തിൽ വളർത്തേണ്ടത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സുനീതിയെ പോലൊരു അമ്മയുണ്ടായിരുന്നു ഭാരതത്തില്. തൻ്റെ മകന്റെ കുസൃതി അങ്ങേയറ്റം കൂടി വന്നിട്ട് അവസാനം നിയന്ത്രണ വിധേയമല്ലാതായപ്പോൾ ആ മകന്റെ കുസൃതി കുറയാൻ വേണ്ടിയിട്ട് കയ്യിലൊരു രുദ്രാക്ഷമാലയും ധരിച്ച്
വങ്കഗംഗയുടെ തീരത്ത് ചെന്നിരുന്ന് ഒരു കുടം വെള്ളം, ഐസ് പോലെ തണുത്തുറഞ്ഞ വെള്ളമെടുത്ത് സ്വന്തം തലവഴി ധാരധാരയായി കോരി ഒഴിച്ചുകൊണ്ട് നാമം ജപിച്ച് തൻ്റെ മകന്റെ കുസൃതി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയുടെ മകനായിരുന്നു സാക്ഷാൽ സ്വാമി വിവേകാനന്ദജി. അതാണ് ഇവിടെ സുനീതിയും കാണിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മാതൃദേവോ ഭവ എന്നുള്ള തത്വം ഈ കഥയുടെ ആദ്യം ഒന്ന് ഉറപ്പിക്കുക. സ്വന്തം വീട്ടിൽ നാളത ഒരു വിശുദ്ധമായ ദിവസമാണെന്ന് എല്ലാവരും പറയുന്നു. പ്രായമായവരെ മറന്നു പോവരുതെന്ന അപേക്ഷയും പുതിയ തലമുറയോട് പറയാനുണ്ട്. കാരണം പല ആധ്യാത്മിക സത്രങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ഇടതിങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ കൂണുപോലെ വളർന്നു വരുന്നതാണ് വൃദ്ധസദനങ്ങൾ. ഈ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. പലതും ഫേക്കാണ് നമ്മൾ കാണിക്കുന്ന ആധ്യാത്മികത മുഴുവനും. ഈ ഫേക്ക് ആധ്യാത്മികതയല്ല വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ഭാരതത്തിൽ ഉണ്ടെങ്കിൽ ഒരു വൃദ്ധസദനം പോലും ഇവിടെ ഉണ്ടാവില്ല. കാരണം ലോകത്തിൽ ഒരു അനാഥനേ ഉള്ളൂ, അത് ശിവപെരുമാളാണ്. ശിവപെരുമാളിന്റെ വ്യോമവ്യാപൻ എന്ന പീഠപൂജാ സമ്പ്രദായത്തിന്റെ 6ാമത്തെ മന്ത്രത്തിനാണ് പറയുക ഓം അനാഥായ നമഃ. വേറെ അനാഥരൊന്നുമില്ല. അനാഥ മന്ദിരങ്ങളെ ഭാരതം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നല്ല ദിവസങ്ങൾ വരുമ്പം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തൊന്ന് ചെന്നിരുന്നിട്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞൂടെ പുതിയ മക്കൾക്ക്, അച്ഛൻ്റെ കൂടെ ഞാനില്ലേ, അച്ഛൻ എന്തിനാ ഈ വിഷമിക്കണേ, അമ്മയുടെ കൂടെ ഞാനില്ലേ എന്ന് നമ്മൾ എത്ര പേര് പറയാറുണ്ട്. അമ്മമാര് നമുക്ക് വാരിക്കോരി ജീവിതത്തിൽ സ്നേഹം തന്നിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഓർത്താൽ അറിയാം, ഓരോ അമ്മയും ഓരോ കുഞ്ഞിന് വേണ്ടിയിട്ട് അനുഭവിച്ചിരിക്കുന്ന തീക്ഷ്ണമായിരിക്കുന്ന വേദനകൾ നമ്മൾ കാണാതെ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഭാഗവത ശാസ്ത്രമാവട്ടെ ഉപനിഷത് ശാസ്ത്രങ്ങളാവട്ടെ സ്വന്തം ജീവിതത്തിൽ ആദ്യത്തെ അനുഗ്രഹം അമ്മയുടേതാവണം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരു ചെറിയ കഥ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോട് ഈ കഥ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നമ്മൾ സാധാരണ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അപ്പു എന്നായിരുന്നു അവൻ്റെ പേര്. എനിക്ക് വേറൊരു കൂട്ടുകാരനുണ്ട് അരുൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചിരിക്കും. അപ്പോൾ ഈ അപ്പു എന്ന് പറയുന്ന ആൾ ക്ലാസ്സിൻ്റെ ജനലിൻ്റെ സൈഡിലാണ് ഇരിക്കുക. അയാൾ എപ്പോഴും അവിടെ ആയിരിക്കുക, ആ ബെഞ്ചിൻ്റെ സൈഡിലായിരിക്കുക, ജനലിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ അരുണും ഞാനും തമ്മിൽ വലിയ കൂട്ടാണ്. അപ്പോൾ ഒരിക്കലും ഈ അരുണിൻ്റെ അച്ഛൻ ദുബായിലാണ്. അദ്ദേഹം ഒരു കുട കൊണ്ടുവന്നു. ഒരു മഴക്കാലത്ത് ഈ കുട സ്കൂളിൽ വലിയ ചർച്ചാ വിഷയമായി, വലിയ കുടയിരുന്നത്. അപ്പം ആ കുട അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നടന്നു. ഒരു ദിവസം വൈകുന്നേരം ഈ കുട കാണാണ്ടായിപ്പോയി സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മളങ്ങ് വിട്ടു, ഈ ഇതൊക്കെ അങ്ങ് വിട്ടു, ഒക്കെ മറന്നു. ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു, മഴയെല്ലാം പോയി, വെയിലറച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു വെയിലുള്ള ദിവസം ഈ അപ്പു, അദ്ദേഹത്തിന് പോകാനുള്ള വഴി വേറെയാണ്, ഞങ്ങൾക്ക് പോകാനുള്ള വഴി വേറെയാണ്. അപ്പം ആ വഴിയിലേക്ക് അപ്പു വരികയാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കണത്? അപ്പം അവൻ ഒരു പഴയ ചാക്കിൽ നിന്ന് ഈ വലിയ കുട എടുത്ത് പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, എടാ ഞാനാണ് ഈ കുട എടുത്തതെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്ന് കുട്ടികളാണല്ലോ, ചെറിയ ഭാഷയിലുള്ള. അപ്പം ഞങ്ങൾ ചോദിച്ചു, നീ എന്തിനാണ് ഈ കുട എടുത്തത്, നിനക്ക് എന്താ കാര്യം ഈ കുട എടുക്കാൻ? അപ്പം അവൻ പറഞ്ഞു, എടാ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ്? അപ്പം പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു. അവൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് വരും. അതാണ് അവൻ ജനലിൻ്റെ അടുത്തിരിക്കണത്. നിർവികാരയായി അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ഷോക്കിൽ ഈ സ്ത്രീ ഉന്മാദത്തിൻ്റെ അവസ്ഥയിലേക്ക് കയറിപ്പോയതാണ്. അവരലറി വിളിക്കുമായിരുന്നില്ല, ശാന്തയായിരുന്നു അവർ. ഇടയ്ക്കിടയ്ക്ക് അപ്പൂവിനെ കാണാൻ ജനലിൻ്റെ അടുത്ത് വരും. അതിനാണ് അവൻ അവിടെ ഇരുന്നതെന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടെടുത്തത്? അപ്പോഴാണ് പറഞ്ഞത്, എടാ ഞങ്ങളുടെ വീട് ഓലപ്പുരയെന്ന് നിനക്കറിയാലോ. ഓല എന്ന് പറഞ്ഞാൽ മലബാറിലൊക്കെ ഈ ഓലപ്പുര എന്ന് പറഞ്ഞാൽ ഓല മേഞ്ഞ വീടാണ്, പുര എന്ന് പറഞ്ഞ വീടാണ്. അപ്പം ഞാൻ പറഞ്ഞത് അറിയാം. എടാ കഴിഞ്ഞ ദിവസം മഴ പെയ്ത ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട് ചോരാൻ തുടങ്ങി. അമ്മ ഒരു സ്ഥലത്ത് മാത്രമേ കിടക്കുള്ളൂ എന്ന് നിനക്കറിയില്ലേ? അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ആ വീട്ടിൽ പോകാറുണ്ട്. അപ്പം അമ്മ ഒരു പായുണ്ട്, ഒരു കീറിപ്പോയൊരു പായ, അതിലാണ് കിടക്കുക. അപ്പം അവൻ പറയുകയാണ്, ആ വെള്ളം അമ്മയുടെ തലയിലേക്ക് ഊർന്ന് വീണുകൊണ്ടിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റിയില്ല അമ്മയുടെ തലയിലേക്ക് വെള്ളം വീഴുന്നത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്. അവസാനം ക്ലാസ്സിലിരുന്ന സമയത്ത് ഇടിയും മഴയും തുടങ്ങി വൈകുന്നേരം, ഞാൻ ആരും കാണാതെ എൻ്റെ കുട എടുത്തുകൊണ്ട് പോയി. രാത്രിയിൽ മുഴുവനും ഞാൻ അമ്മയുടെ തലയിൽ കുട പിടിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഭ്രാന്തിയായ ഒരു അമ്മയുടെ തലയുടെ മുകളിൽ ഒരു കുഞ്ഞ് കുട പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അന്ന് എന്നെ ഭ്രമപ്പെടുത്തിയില്ല. ആ ഇടവഴിയിൽ വെച്ച് ആ അപ്പു 2 പോക്കറ്റിലും കൈയിട്ടിട്ട്
2 സാധനങ്ങൾ എടുത്തു. അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന കുറച്ച് വളപ്പൊട്ടുകൾ അതിൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, നീ ആരോടും പറയരുതെന്ന് പറഞ്ഞു. 2ാമത്തെ സാധനത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. 2 പുളിങ്കുരു ചുട്ടത് അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണമാണ്. അതെടുത്ത് തന്നിട്ട് പറഞ്ഞു, എടാ ഇതേ ഉള്ളൂ തരാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല ഇതൊന്നും. പക്ഷെ പിന്നീട് ഓരോ മഴ പെയ്യുന്ന രാത്രികളിലും എൻ്റെ ജീവിതത്തെ ഇന്നും വേട്ടയാടുകയാണ് ആ കുട്ടി. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അമ്മ അവനെ മോനെ എന്നൊന്നും വിളിച്ചിട്ടില്ല, ഒരിറ്റ് സ്നേഹം അവന് കൊടുത്തിട്ടില്ല. പക്ഷേ ഓരോ രാത്രികളിലും അവൻ അവൻ്റെ അമ്മയെ സ്നേഹിച്ചു കൊണ്ടിരുന്നു. ഈ കഥ ഇന്നത്തെ ലോകത്തിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സ്വന്തം അമ്മയുടെ തല അടിച്ചു പൊട്ടിച്ചിട്ട് മയക്കുമരുന്നിന് പണം തേടുന്ന കുട്ടികളോട് ഈ കഥ പറഞ്ഞു കൊടുക്കാമോ എന്ന് എന്നോട് ചോദിക്കരുത്. ഒരു ആധ്യാത്മിക സദസ്സിന് യോജിച്ച കഥയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, സ്നേഹം. അത് മാത്രമേ എനിക്ക് ഭാഗവതത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കാരണം ആ സ്നേഹത്തിന്റെ ചങ്ങല വിട്ടുപോയാൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. പിന്നെന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എത്ര ഉയർന്ന ഫിലോസഫി നിങ്ങൾ പറഞ്ഞാലും അദ്വൈതം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. കാരണം കുമാരനാശാൻ വീണപൂവിൽ പാടിയതുപോലെ മനോഹരമായ പൂവായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തെ. പക്ഷെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ കൺക്ലൂഷന്റെ വരി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്താ അവസാനം പാടിയത്? കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലര് വിസ്മൃതമാകുമിപ്പോൾ എണ്ണീടുകിൽ ആർക്കുമിതു താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം. ഇതന്നെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ അമ്മയും സുനീതിയായി മാറട്ടെ, ഓരോ കുഞ്ഞും ധ്രുവനായിട്ട് മാറട്ടെ. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. അപ്പം അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ ധ്രുവ, നീ ചെറിയമ്മ പറഞ്ഞ വാക്ക് കേട്ട് പേടിക്കണ്ട. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശതാണ്. സ്വന്തം ജീവിതത്തിൽ ആധ്യാത്മികനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രയത്നപൂരിതമായ ജീവിതം നയിക്കുക എന്നുള്ള അർത്ഥം കൂടെ മനസ്സിലാക്കണം. പ്രയത്നമാവണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് അമ്മ പറഞ്ഞു കൊടുത്തത്, മോനെ നീ പോകേണ്ടത് എങ്ങടേക്കാണ്? മധുവനത്തിലേക്ക് പോകണമെന്ന്. വലിയ ശാസ്ത്രത്തിന്റെ സിദ്ധാന്ത പ്രകാരം വേണമെങ്കിൽ ധ്രുവൻ മധുവിദ്യ അഭ്യസിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് കാര്യം പറയാൻ ഇത് മതി, കാര്യം മനസ്സിലാക്കാനും ഇത് മതി. ഈശ്വര പ്രേമത്തിൽ അഭിരമിച്ചു ധ്രുവരാജകുമാരൻ. കാട്ടിലേക്കാണ് പോയത്. പോയി എന്നിട്ട് എന്താ ചെയ്തത്? വളരെ കൃത്യമായിരിക്കുന്ന ചര്യയിൽ ആ തപസ്സിനെ കലാശിപ്പിക്കാൻ കടന്നു വരികയാണ് ശ്രീനാരദ മഹർഷി. ഗുരോരനുഗ്രഹീനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ ഭാഗവതം പറയുന്നുണ്ട്. ആ ഗുരുതത്വമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നാരദൻ യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ പല സ്ഥലത്തും സാക്ഷി രൂപത്തിൽ കടന്നു വരുന്ന ഒരാളാണ്. ആ നാരദർദ കടന്നു വരികയാണ്. ധ്രുവരാജകുമാരൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഈ ചെറിയ പ്രായത്തിൽ തപസ്സു ചെയ്യാൻ പോകേണ്ടതുണ്ടോ? കാര്യങ്ങളൊക്കെ ചോദിച്ചു, പറഞ്ഞു. പക്ഷെ ധ്രുവൻ പറഞ്ഞു, അചഞ്ചലമായ മനസ്സോടുകൂടി പറഞ്ഞു, എനിക്ക് യാതൊരു തരത്തിലുള്ള ശങ്കയുമില്ല, എനിക്ക് തപസ്സിന് പോയാൽ തന്നെ മതി. ആ സമയത്താണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭാഗവതത്തിന്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള മന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇതിനേക്കാളും വലിയൊരു മഹാമന്ത്രത്തെ എങ്ങനെയാ പറയുക? എത്രയോ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളില് ശാരദാതിലകത്തിലൊക്കെ ഉള്ള മന്ത്രവിന്യാസങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് ജപം തന്നെയാണ്. വൃത്തിയായിട്ട് ജപിക്കാൻ ശീലിക്കുക. ഏകാഗ്രമായിരുന്ന് ധ്യാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ മന്ത്രം ഇവിടെ തരുന്നത്. ധ്യാനം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരിക്കൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തഥാഗതനായ ശ്രീബുദ്ധന്റെ രാജസദസ്സിൽ വെച്ചിട്ട് ഒരാൾ ചോദിച്ചു. ബുദ്ധഭഗവാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ബുദ്ധഭഗവാൻ ചെയ്തത്, അടുത്തുണ്ടായിരുന്നൊരു റോസാപ്പൂ എടുത്തിട്ട് തൻ്റെ മുഖത്തിന് നേരെ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു ചെറിയ ചിരിയോടുകൂടി താഴേക്കിട്ടു. അത് മനസ്സിലായ ആ സെക്കൻഡില് മഹാകാശ്യപൻ എന്നു പേരായി ആ സദസ്സിലുണ്ടായിരുന്ന ആള് അപ്പോഴേക്കും പുറത്തേക്ക് പോയി. അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടത് മനസ്സിലായി. പിന്നെ അവിടെ ഇരുന്നില്ല. അദ്ദേഹം പിന്നീട് പോയി സ്ഥാപിച്ചതാണ് വിശിഷ്ടമായിരിക്കുന്ന, ഇന്ന് നമ്മൾ പറയുന്ന ജപ്പാനിലേക്ക് ഈ ധ്യാനരീതി അദ്ദേഹം സ്ഥാപിച്ച ധ്യാനരീതി പോയപ്പോൾ അതിന് സെൻ എന്നും, ചൈനയിലേക്ക് പോയ സമയത്ത് ക്വയാൻ എന്ന പേരിലും ഈ ധ്യാനമാണ് വിഖ്യാതമാവുന്നത്. എന്താ ഈ ധ്യാനം എന്ന് പറഞ്ഞത്? ബുദ്ധൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ, ബുദ്ധഭഗവാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ചിന്തകളിൽ വസന്തം വിടരുന്നതാണ് ധ്യാനം എന്നാണ്. നമ്മുടെ ചിന്തയിൽ എപ്പോഴാണോ വസന്തം ഉണ്ടാകുന്നത്, അല്ലാതെ ഒന്നിനെ നമ്മുടെ അന്ധകരണ വൃത്തിയിലേക്ക് എടുത്തിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ ബലാത്കാരമായി തടഞ്ഞു നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് ചിന്തയിൽ വസന്തമുണ്ടാകുന്നതാണ്.
അതിനൊരുപാട് സമയം വേണ്ടതാനും. ധ്രുവരാജകുമാരൻ ഒറ്റ പ്രാവശ്യമേ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മൂലമന്ത്രം ലഭിച്ചിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരു ഗുരുവിനെ ചെന്ന് കാണും, അപ്പൊ അദ്ദേഹം പറയും ഹരേ രാമ ജപിച്ചാൽ മതിയോ, ഇത് ശരിയല്ല, ഇനി അടുത്ത ആളെ ചെന്ന് കാണാം. ഇങ്ങനെ പോയിട്ടില്ല. ഒറ്റ പ്രാവശ്യം മതി. സത്രം ഒരു പ്രാവശ്യം കേട്ടാൽ മതി, ഭാഗവതം ഒരു പ്രാവശ്യം കേട്ടാൽ മതി. കേൾക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കേൾവിയാണെങ്കിൽ ഒരൊറ്റ തവണ കൊണ്ട് നമ്മുടെ ഹൃദയം വിമലീകൃതമാവും, പ്രകാശമയമായിട്ട് മാറും, ധ്രുവപദ പ്രാപ്തിയിലേക്ക് വരും. കാരണം എത്രയോ കാലങ്ങൾക്ക് മുൻപ് ബംഗാളിന്റെ കൊയ്ത്തൊഴിഞ്ഞു കിടക്കുന്ന വിശാലമായിരിക്കുന്ന പാടച്ചെരുവിലൂടെ ഒരു ചെറിയ ബാലൻ, ഒരു കുട്ടി, അവന്റെ പേരായിരുന്നു ഗദാധർ ചാറ്റർജി. ഗദ്ദായി എന്ന് ലോകം മുഴുവനും അവനെ വിളിച്ചിരുന്നു. ഒരു വേനൽക്കാല സന്ധ്യാവേളയിൽ ലോകം മുഴുവനും വരണ്ടുണങ്ങി ഭൂമി വിണ്ടുകീറിയിരിക്കവേ ആ കുട്ടി ഒരു തേക്കില കുമ്പിളിൽ നിറച്ചിരിക്കുന്ന ചോളവുമായിട്ട് പാടവരമ്പിലൂടെ നടന്നു പോകവേ ആ ചോളം വായിലേക്ക് എറിഞ്ഞതിന്റെ ആയത്തിൽ അവന്റെ കണ്ണുകളൊന്ന് മുകളിലേക്ക് ഉയർന്നുപോയി. പെട്ടെന്നാണ് അവൻ കാണുന്നത് ആ സന്ധ്യാവേളയിൽ ആരും ക്ഷണിക്കാതെ വന്നൊരു അതിഥി എന്ന പോലെ ആകാശത്തിന്റെ ഒരു ഭാഗത്ത് ഏതാനും നീർത്തുള്ളികൾ ചേർന്ന് കറുത്തൊരു മേഘമായി ഒളിഞ്ഞു കിടന്നിരുന്നു. ആ കറുത്ത മേഘത്തെ ക്രോസ് ചെയ്തുകൊണ്ട് വളരെ മിന്നായം പോലെ, വൈദ്യുതാലിംഗനം പോലെ അവന്റെ ശരീരത്തിൽ ആനന്ദമൂർച്ച പകർന്നുകൊണ്ട് ഒരു കൂട്ടം വെള്ളക്കുറ്റികൾ കടന്നു പോവുകയാണ്. ആ ആനന്ദമൂർച്ചയിൽ ആ കുറ്റികൾ കറുത്ത മേഘത്തെ ക്രോസ് ചെയ്യുന്ന കാഴ്ച കണ്ടിട്ട് ആനന്ദമൂർച്ചയിൽ താഴെ വീണ് പടഞ്ഞുപോയി ആ കുട്ടി. ആ ജലം മുഴുവനും അവന്റെ മുഖത്തേക്ക് മഴയായി പെയ്തൊഴിഞ്ഞിട്ടും അവന്റെ ബോധം തിരിച്ചു വന്നില്ല. രാത്രി ഗദായിയെ കാണാതെ, ഗദാധർ ചാറ്റർജിയെ കാണാതെ ഗ്രാമം മുഴുവനും ചൂട്ടുകറ്റകളുമായിട്ട് ഇറങ്ങി വന്നു. അവനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോഴും അവൻ ഉണർന്നില്ല. പിറ്റേ പ്രഭാതത്തിലാണ് അവൻ ഉണരുന്നത്. ഗ്രാമം മുഴുവനും അവനോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്? അവൻ അറിയുമായിരുന്നില്ല എന്താ പറ്റിയതെന്ന് പറയാനായിട്ട്. പക്ഷെ നമുക്കിന്നൊന്നറിയാം, ആ കറുത്ത മേഘത്തെ ക്രോസ് ചെയ്തൊരു വെളുത്ത കൂട്ടം കുറ്റികൾ കടന്നു പോയതിന്റെ വൈദ്യുതാലിംഗനത്തിൽപ്പെട്ട ആനന്ദമൂർച്ഛിതനായി താഴെ വീണു പോയ ആ ഗദാധർ ചാറ്റർജി, ഗദ്ദായി എന്ന കുട്ടിയാണ് പിൽക്കാലത്ത് ഒരിക്കൽ പോലും ഭാരതത്തിന് പകരം വെക്കാനാവാത്ത മഹാമന്ത്രസ്വരൂപനും മഹാതാന്ത്രികനും മഹാവേദാന്തിയുമായ സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസദേവനായി ഉദയം കൊള്ളുന്നത്. ഒരൊറ്റ കാഴ്ചയിലാണ്. ഒരുപാടൊന്നും കേൾക്കണ്ട. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, ഒരു പ്രാവശ്യം കണ്ടാൽ മതി. ദാ ധ്രുവ രാജകുമാരന് വേണ്ടത് തീക്ഷ്ണമായിരിക്കുന്ന ആഗ്രഹത്തിൽ നിന്ന് ജനിച്ചു കിട്ടി. പോയി. എന്നിട്ട് എന്താ ചെയ്തത്? തപം ചെയ്തു. തപം ചെയ്തത് യമുനാ തീരത്തിലെ മധുവനം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഒന്നാമത്തെ ദിവസം എന്താ ചെയ്തത്? 3 ദിവസത്തില് ഒരിക്കൽ ഫലമൂലാദികള് മതി എന്ന് നിശ്ചയിച്ചു. അങ്ങനെ കുറച്ച് ആ ഒരു മാസം അങ്ങനെ 1-ാം ദിവസത്തെ നിശ്ചയം അനുസരിച്ച് കടന്നുപോയി. 2-ാമത്തെ മാസമാകുമ്പോഴേക്കും ഇലകൾ മാത്രം ഭക്ഷിച്ചു എന്നാണ്. 3-ാമത്തെ മാസത്തില് എപ്പോഴാ വേണ്ടത് അപ്പൊ മാത്രം ഒന്ന് ഭക്ഷണത്തിലേക്ക് നോക്കുക. 4-ാമത്തെ 5-ാമത്തെ മാസമായപ്പോഴേക്കും ഏകപദത്തെ ധ്യാനിക്കാൻ തുടങ്ങി. 6-ാമത്തെ മാസത്തില് ഭഗവത് ദർശനം ധ്രുവരാജകുമാരനിൽ ലഭിക്കുകയാണ്. കാരണം തപസ്സാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്ന് പറയും. തപസ്സില്ലാത്ത നമ്മുടെ ജീവിതം പ്രയോജനശൂന്യമാണ്. തപസ്സെന്ന് പറയുന്നത് എന്താ? വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യലാണ് നമ്മുടെ ജീവിതത്തിലെ ധർമ്മവും തപസ്സുമായി മാറേണ്ടത്. നമുക്കൊരു തെറ്റിദ്ധാരണ ഉള്ളത് എന്താ വെച്ചാൽ തപസ് എന്നൊക്കെ പറയുന്നത് സന്യാസ ഭാവത്തിലുള്ളവർക്ക് മാത്രമാണ്. ഒരിക്കലുമല്ല. ബോംബെയിലെ ചോപ്റ്റകളില് പന്നികൾ പോലും തൊടാനിറക്കുന്ന ഗള്ളികളിൽ താമസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. മാരുതി എന്നായിരുന്നു അയാളുടെ പേര്. അയാളൊരു വീട് തെറുപ്പുകാരനായിരുന്നു. ആ വീട് തെറുപ്പുകാരനായിരുന്ന മാരുതി അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഈ വടക്കേന്ത്യയിലൊക്കെ ചില സെയിന്റുകൾ, സന്യാസിമാര് ചില സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യും യാത്രക്കിടയിൽ. അപ്പൊ അങ്ങനെ ആ അദ്ദേഹത്തിന്റെ വീടിനടുത്തൊരു സന്യാസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവാം. 2 ആളും കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മന്ത്രം ചോദിച്ചാലോ എന്നൊക്കെ. വെറുതെ ഈ സന്യാസി അവിടെ ചെന്നപ്പോ മന്ത്രം ചോദിക്കാതെ തന്നെ പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു മന്ത്രം ചോദിച്ചാൽ, ഈ സെയിന്റ് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, നീ ഇന്ന് മുതൽ നിന്നെ അറിയാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയാണതെന്ന് ചോദിച്ചു. ഒരു കുഞ്ഞു മന്ത്രം പറഞ്ഞു കൊടുത്തു. 3 വർഷമേ വേണ്ടി വന്നുള്ളൂ. അദ്ദേഹം ഗംഭീരമായിട്ട് ഈ മന്ത്രത്തെ സാധന ചെയ്തു. ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ തപസ്സിന് വേണ്ടിയിട്ട് വഴിമാറ്റപ്പെടുകയാണ്. കാലാന്തരത്തില് അദ്ദേഹം തിരിച്ചറിഞ്ഞു, അവിടെ വന്ന് വിശ്രമിച്ചിരുന്ന മഹാത്മാവെന്ന് പറയുന്നത് ഹിമാലയത്തിലെ നവനാഥ സാധു സംഘത്തിലെ രാമേശ്വരാനന്ദനാഥ് മഹാരാജായിരുന്നു. ആ രാമേശ്വരാനന്ദനാഥ് മഹാരാജിന്റെ ഉപദേശപ്രകാരം ജീവിതം ടേൺ ചെയ്തു, തിരിഞ്ഞു.
ആ മാരുതി എന്ന ചെറുപ്പക്കാരനാണ് കാലാന്തരത്തിലെ ഭാരതത്തിലെ ആദ്യത്തെ 10 സ്പിരിച്വൽ മാസ്റ്റേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാതെ പോകാൻ പറ്റില്ല, സാക്ഷാൽ നിസർഗദത്ത് മഹാരാജ് എന്ന പേരിൽ വിരാജിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, തപസ്സെന്ന് പറയുന്നത് മറ്റാർക്കോ പറഞ്ഞിട്ടുള്ളതല്ല. ധ്രുവന്റെ കഥ പഠിക്കുമ്പോൾ ഈ തപസ് നമ്മളുടേതും കൂടിയാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടാവണം. നേരം പോക്കിനല്ല നമ്മൾ കഥ കേൾക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനാണ് ഈ കഥകൾ നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത് അതാണ്. ധ്രുവരാജകുമാരന്റെ തപസ്സത, ആ തപസ് എത്ര ഗംഭീരമായിട്ടാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പട്ടിണി കിടക്കുക എന്നുള്ള ലക്ഷ്യമല്ല തപസ്സിനുള്ളത്. ചിലരങ്ങനെയാണ്, ചിലർ രാവിലെ തൊട്ട് പട്ടിണിയല്ല, മറിച്ച് ആഹാരത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഏതായാലും ധ്രുവരാജകുമാരന്റെ മുൻപിൽ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഭഗവത് ദർശനം കൊണ്ട് ധ്രുവൻ എന്താണ് നേടിയത് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ ധ്രുവ രാജകുമാരന്റെ മുൻപിൽ ഭഗവാൻ വന്നിട്ട് നിൽക്കുന്ന സമയത്തും ധ്രുവൻ അറിയില്ല ഞാൻ എങ്ങനെയാണ് ഈശ്വരനെ സ്മരിക്കേണ്ടത്. അപ്പോഴാണ് ഭഗവാൻ തന്റെ ശംഖ് കൊണ്ട് ധ്രുവരാജകുമാരന്റെ കവിളിൽ ഒന്ന് തൊടുക. അപ്പോഴാണ് എന്ത് ധ്രുവരാജകുമാരൻ പറയണത്, യോന്ത പ്രവിശ്യ മമ വാചി മമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസുധാംന അന്യാഞ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സ്തുതി വിഖ്യാതമാണ്. ഭാഗവതത്തിലുള്ള 32 സ്തുതികളിൽ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന സ്തുതി കൂടിയാണ്. പറയാണ്, എൻ്റെ അന്ധകരണത്തില് പ്രവേശിച്ച് ഉറങ്ങിക്കിടന്ന വാണിയെ സ്വതേജസ് കൊണ്ട് സജീവമാക്കിയ ഭഗവാനായി നമസ്കാരം. എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ചൈതന്യം നൽകുന്ന ഈശ്വരന് നമസ്കാരം. ഈ തത്വം തന്നെയാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു തത്വം ഓർത്തിരുന്നാൽ അത്യാവശ്യം അഹങ്കാരമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. നമ്മൾ സാധാരണ വെല്ലുവിളിക്കാറുണ്ട് ആളുകളെ. വെല്ലുവിളിക്കുന്നവരുടെ മുമ്പിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. യോന്ത പ്രവിശ്യ എന്നുള്ള ഈ ശ്ലോകം നമ്മളൊന്ന് ചൊല്ലിക്കൊടുക്കണം. കാരണം എന്താ, നമ്മൾ സാധാരണ പറയാറുണ്ട് നിന്നെ ഞാൻ പിന്നെ കണ്ടോളാന്ന്. എങ്ങനെയാ കാണേണ്ടത്? വേറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ വേണമെങ്കിൽ മരണത്തിലേക്ക് നയിക്കാവുന്നതേ ഉള്ളൂ. ന്യൂറോളജിയിൽ അങ്ങനെ ഒരു സിൻഡ്രോം ഉണ്ട്. അതിന് പറയുന്ന പേര് ഏലിയൻ ഹാൻഡ് സിൻഡ്രം എന്നാണ്. ഏലിയൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ചർ എന്നാണ്, അപരിചിതൻ. നമ്മുടെ ഈ മസ്തിഷ്കത്തിന്റെ ഇടപ്പാലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, കോർപ്പസ് കൊളോസം എന്നാണ് അതിന് പറയുക. ആ കോർപ്പസ് കൊളോസത്തിന് ഒരു ഷെയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലം ആണിത്. ഈ അടുത്ത കാലത്ത് TAFR ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റിന് ഈ പ്രോബ്ലം ഉണ്ടായി. വിശ്വാസം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈ അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിക്കുകയാണ്. അപ്പൊ ഈ ഇടത് കൈ ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നത് എല്ലാവരും കേട്ടു. കാരണം മരണത്തിന്റെ വിളി അത്ര മൂർച്ചയേറിയതാണ്. അപ്പൊ കുറച്ച് ആളുകളൊക്കെ ഓടിക്കൂടി ഉണ്ടായി. ആ ഓടിക്കൂടിയവരെല്ലാം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കൈ ഇങ്ങനെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിക്കുമ്പോൾ മറ്റേ കൈ അത് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അവസാനം ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഡോക്ടറോട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. കുത്തിവെച്ചു. അദ്ദേഹം മയങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ചായ കൊണ്ട് കൊടുത്തപ്പോഴാണ് പിന്നെ അപകടം. ഈ കൈ എന്ത് ശ്രമിച്ചാലും മറ്റേ കൈ എതിർക്കുകയാണ്. ആകെ പ്രശ്നം. അവസാന മരണത്തിൽ നിന്ന് അദ്ദേഹം വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ഒരു കൈ തന്നെ നമ്മളെ കൊല്ലാൻ പര്യാപ്തമാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ പിന്നെ നമ്മളെ ആരോടാ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ ധ്രുവചരിതത്തിലെ ഈ ഒരു ശ്ലോകത്തെ എത്ര കാലം വ്യാഖ്യാനിച്ചാലാണ് ഇതും തീരില്ല. അതുകൊണ്ടാണ് ഓരോ വരിയും എടുത്ത് നമുക്ക് പറയാൻ അസാധ്യമാണത്. കാരണം ഒരക്ഷരം, ഭാഗവതത്തിന്റെ ഒരക്ഷരം, ഒരു വാക്ക് എത്ര 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 തലങ്ങളെയാണ് സ്പർശിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ധ്രുവരാജകുമാരൻ ഈശ്വര ദർശനത്തിൽ ആഹ്ലാദവാനായി എന്നുള്ളത് സത്യമാണ്. ഭഗവാൻ ചോദിച്ചു അദ്ദേഹത്തോട്, എന്താ ചോദിച്ചത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ധ്രുവരാജകുമാരൻ എന്താ പറഞ്ഞത്? വേണ്ടത് മറ്റൊന്നുമല്ല, അച്ഛന്റെ മടിയിലേക്ക് എനിക്ക് കയറിയിരിക്കാൻ പറ്റണം. ഇതുകൊണ്ടാണ് ചിലർ പറയും ധ്രുവചരിതത്തെ അർത്ഥപ്രകരണമാണ് എന്ന് പറയും. ധർമ്മത്തിനെ വേണ്ടതുപോലെ ദക്ഷയാഗം കൊണ്ട് സൂചിപ്പിച്ചു. അർത്ഥപ്രകരണമായിട്ട് ധ്രുവന്റെ കഥ ചിലർ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. ധ്രുവൻ ആ സമയത്ത് വേണ്ടത് എന്താണോ അത് ധ്രുവൻ ചോദിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും ഭാഗവതം ഈ കഥയിൽ ക്രമാനുഗതമായിട്ട് എങ്ങനെയാണ് ഭക്തി ഉയർന്നു വരുന്നത് എന്നുള്ളത് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ധ്രുവരാജകുമാരൻ അർത്ഥാസക്തിയോടുകൂടിയാണോ അല്ലയോ ഈ വരങ്ങൾ ആവശ്യപ്പെട്ടത് എന്നുള്ളതല്ല. നമ്മളുടെ വാസനയ്ക്കും നമ്മുടെ കർമ്മമണ്ഡലങ്ങൾക്കും അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുക.
അവിടെ വാസനാനിബദ്ധമായിരിക്കുന്ന മനസ്സിൽ നിന്നാണ് ധ്രുവൻ ചോദിക്കുന്നത്, എനിക്ക് ഇന്നതാണ് വേണ്ടത്. ഏതായാലും ഭഗവാൻ അത് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുത്തു. അപ്പോ ധ്രുവരാജകുമാരൻ വീണ്ടും ചെന്ന് പെട്ടത് വാസനാനിബദ്ധതയുടെ കേദാരഭൂമിയായ കൊട്ടാരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അനന്തമായ കാലഘട്ടങ്ങളോളം അദ്ദേഹം ഭരിച്ചു എന്നാണ്. തന്റെ കൊട്ടാരം ഭരിച്ചു, തന്റെ പ്രജകളെ ഭരിച്ചു. 36,000 സംവത്സരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്നതിലൊക്കെ അപ്പുറത്തുള്ള ഒരു സംഖ്യയാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ വാസന ക്ഷയിക്കാതെയാണ് നമ്മൾ ഈശ്വരാരാധന ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അതുകൊണ്ടാണ് പല ആളുകളും പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്, എത്ര കാലമായി ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയിട്ട് മാറ്റമൊന്നുമില്ലല്ലോ. കാരണം എന്താ? വാസന ക്ഷയിച്ചിട്ടില്ല. കാരണം നമ്മൾ സൗകര്യപൂർവ്വം ഈശ്വരനെ പറ്റിക്കുന്നവരാണ്. കാരണം ഇപ്പൊ ഈ സത്രവേദിയിലൊക്കെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയൊക്കെ കണ്ടാൽ എത്ര നല്ല ആളുകളല്ലേ, പരസ്പരം തൊഴുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഒറിജിനൽ സ്വഭാവം ഇതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒറിജിനൽ സ്വഭാവം ആ വളവ് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഒറിജിനൽ സ്വഭാവം എന്താന്നുള്ളത്. കാരണം വാസനകള് ഉള്ളിൽ കൂട് കെട്ടി പാർക്കുകയാണ്. കാരണം ഇവിടെ വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, പൂജാമുറിയിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് എങ്ങനെയാ നമ്മള് പൂജാമുറിയിൽ കയറുന്ന സമയത്ത് കുറിയൊക്കെ തൊട്ട് വളരെ മനോഹരമായിട്ട് ഈശ്വരനെ ആരാധനയൊക്കെ ചെയ്ത് ഭഗവാൻ വിചാരിക്കും, അയ്യോ ഗോമതിയമ്മയുടെ ഭക്തി കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഭഗവാൻ തന്നെ രോമാഞ്ചമണിയും. ആ വാതില് പൂജാമുറിയുടെ ഓടാമ്പൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തു ആകാം എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. കാരണം ഈശ്വരാരാധനയുടെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങള്, ചട്ടമ്പി സ്വാമികളും രമണ മഹർഷിയും ഒക്കെ പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് എന്താ? ഒരു പീഠയൊരുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുകൊള്ളിൽ നിൻ തിരുമേ വിട്ടകലാത ചിന്തയും. ഒരു പീഡ ഒരു എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ഒരു പീഡ ഒരു എറുമ്പിന് പോലും വരുത്തരുതെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണോ ജീവിക്കേണ്ടത്? ഈശ്വര തുല്യമായി നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണണം എന്നാണ്. അതുകൊണ്ടാണ് വഴിയിൽ നിൽക്കുന്ന ഒരു പുൽക്കൊടി പോലും നിന്ദ്യമാവരുത് നമ്മുടെ ജീവിതത്തിൽ. ധ്രുവൻ നമ്മളെ പഠിപ്പിക്കുന്ന പാടാണ്. ഒരു പുൽക്കൊടി പോലും നമുക്ക് നിന്ദ്യമല്ല. കാരണം നാം നടന്നു പോകുന്ന വഴിത്താരയിൽ നിൽക്കുന്ന ഒരു പുൽക്കൊടിയെ പറിച്ചെടുക്കാൻ നമുക്ക് എന്ത് അധികാരമാണ് ഈ ലോകത്തുള്ളത്? കാരണം ആ വഴിത്താരയിലൂടെ പോകുന്ന ഒരു പശു ആ പുൽക്കൊടി ആഹരിച്ചിട്ട് ആ പുൽക്കൊടി ആ പശുവിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ ശരീരത്തിന്റെ ജീവബിന്ദുക്കളായി രക്തമായി മാറി ക്ഷീരമായി മാറി ആ പുല്ലിലെ ജീവാംശു കണങ്ങൾ തന്നെയാണ് പിന്നീട് കറന്നെടുക്കപ്പെടുന്ന ക്ഷീരാമൃതത്തിലുള്ളതെങ്കിൽ അതൊരു അച്ഛനിലേക്ക് പുരുഷനിലേക്ക് ആഹാരമായി കടന്നു ചെന്ന് പുരുഷന്റെ രക്തമായി 60 രക്തത്തുള്ളികൾ ചേർന്നൊരു ശുക്രധാതുവായി മാറി ആ ശുക്രധാതു ഒരു അമ്മയുടെ ഗർഭാധാന സംസ്കൃതിയിലേക്ക് ആദാനം ചെയ്യപ്പെട്ട ആ അമ്മ ഗർഭവതിയായി ആ പുല്ലിന്റെ ജീവാംശു കണങ്ങളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഊർജ്ജസ്രോതസ്സായിരിക്കുന്ന ധാതുവിൽ നിന്ന് സൈഗോട്ട് രൂപാന്തരപ്പെട്ട ഒരു കുഞ്ഞായി അവയവസംഘാതമായി ആ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞൊരു പക്ഷേ ഒരു ചട്ടമ്പി സ്വാമികളോ മഹർഷി രമണനോ സ്വാമി രാമയോ ശിവാനന്ദ സരസ്വതിയോ ആകില്ല എന്ന് ആരാണ് കണ്ടിട്ടുള്ളത് ഈ ലോകത്ത്? അതുകൊണ്ട് ആ പുല്ലിന്റെ ജീവസന്ത്രാസങ്ങൾ ഉൾപ്പെടെ ഓർത്തുകൊള്ളണം. ഒരു പുല്ല് പോലും ഇവിടെ നിന്ദ്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. എൻ്റെ ഉള്ളില് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള സമഷ്ടി തലത്തിലല്ല നമ്മൾ കാണേണ്ടത്. ആ വ്യഷ്ടി തലത്തിലും സമഷ്ടി തലത്തിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾ നേരെ നോക്കി കാണണം. അല്ലാതെ ഇത് പ്രാക്ടിക്കൽ ഫിലോസഫി അല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യങ്ങളല്ല ഭാഗവതം പറയുക. ഭാഗവതം എന്നല്ല ഒരു ശാസ്ത്രഗ്രന്ഥവും നമ്മൾക്ക് ഉൾക്കൊള്ളാനാവാത്ത അല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട, കാണുന്നതിലെല്ലാം ഈശ്വരനെ ദർശിക്കാനായിട്ട്. അതുകൊണ്ടാണ് രുദ്രമൊക്കെ ജപിക്കുന്ന സമയത്ത് പറയും ശോഭ്യ ശോഭതിഭ്യശ വോ ശിവ. നായയായിട്ട് പോണതും ശിവൻ തന്നെയാണ്. നായയെ തിന്നുന്ന ചണ്ടാളൻ എന്ന് നിങ്ങൾ പറയണതും ശിവൻ തന്നെയാണ്. സഭാപതിയായിരിക്കുന്നതും ശിവൻ തന്നെയാണ്. സഭാപതിയായിരിക്കുന്നയാളെ നിന്ദിക്കുന്നതും ശിവൻ തന്നെയാണ്. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവനും ശിവൻ തന്നെയാണ്. ശിവത്വമല്ലാതെ മറ്റൊന്നും പ്രപഞ്ചത്തിലില്ല എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അപ്പൊ ഇവിടതാ ആ അർത്ഥാസക്തി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ധ്രുവരാജകുമാരന് വേണ്ടത് ആ തത്വബോധം, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ കാമനകൾ അവിടെ നിവർത്തിക്കപ്പെട്ടു. അതുകൂടെ നമ്മൾ ബോധിക്കേണ്ടതാണ്. ഓരോ കാലഘട്ടത്തിൽ വേണ്ട കാര്യങ്ങൾ നിവർത്തിച്ചിട്ട് വാസനകളിൽ നിന്ന് നമ്മുടെ ജീവിതം മുക്തമായി മാറണം. അതാണ് നമ്മൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇതിന് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്, ധ്രുവന്റെ കഥ പോലെ തന്നെ. കാരണം ബ്രഹ്മാണ്ഡ പുരാണം ദേവീപരമായിട്ടുള്ളൊരു പുരാണമാണ്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. കാമദേവനെ
ശിവപെരുമാള് ഗംഗാതീരത്ത് വെച്ചിട്ട് തൻ്റെ ജ്ഞാനശക്തി കൊണ്ട് ദഹിപ്പിച്ചു അത്രേ. അങ്ങനെ ആ ദഹനം കഴിഞ്ഞ്, കാമദഹനം കഴിഞ്ഞിട്ട് ആ ശിവപെരുമാള് പിന്നീട് ഒരാൾക്ക് കൂടെ ജന്മം കൊടുത്തു എന്നാണ്. കാമദേവന്റെ ചാമ്പൽ അവിടെ മഴവിൽ വർണ്ണത്തോടു കൂടി ചിതറിക്കിടക്കുമ്പോ ആ ചാമ്പൽ എടുത്തുകൊണ്ടൊരു പ്രതിമയെ ഉണ്ടാക്കിയത്രേ ശിവഭൂതഗണമായ ചിത്രസേനൻ. ആ ചാമ്പലിൽ നിന്നുണ്ടായ പ്രതിമയെ ശിവപെരുമാൾ ഒന്ന് നോക്കിയ സമയത്ത് ആ പ്രതിമയ്ക്ക് ജീവൻ വെച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താ സംഗതി ചോദിച്ചാൽ, കാമദേവൻ എന്ന് പറയുന്നത് അവിടെ ലെജിറ്റിമേറ്റ് ഡിസയർ ആണ്, യുക്തമായ കാമമാണ്. കാമദേവന്റെ ചാമ്പൽ എന്ന് പറയുന്നത് ഇല്ലെജിറ്റിമേറ്റ് ആയ ഡിസയർ ആണ്, അയുക്തമായ കാമമാണ്. യുക്തമായ കാമത്തെ ബലാത്കാരമായി അടക്കി വെച്ചാലും ഒരാൾ സാധനാലോകത്ത് വേണ്ടതുപോലെ ത്രഷോൾഡ് എനർജിയോടുകൂടി മുക്തമാക്കപ്പെടണില്ല. മറിച്ച് അയുക്തമായ കാമനകളിലേക്ക് എപ്പോഴെങ്കിലും ദൃഷ്ടി വീണു പോയാൽ, എപ്പോഴെങ്കിലും വാസന ക്ഷയിക്കാതെ, കാമദേവന്റെ ചാമ്പൽ എന്ന് പറഞ്ഞ അതാണ്, ക്ഷയിക്കാത്ത വാസനയാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്, ക്ഷയിക്കാത്ത വാസന ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ളത് തന്നെയാണ്. സത്രത്തിൽ ഇവിടെ വന്നിരുന്നതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ധ്രുവനെ പോലെ തന്നെ ഈശ്വരനെ വിളിക്കണം, ഭജിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇന്ദ്രിയങ്ങള് കാമനകൾ കൊണ്ടുവന്നിട്ട് വീണ്ടും വിഷയവാസനകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ എന്താ വേണ്ടത്? ചില കാര്യങ്ങൾ, ധ്രുവ തത്വം എന്ന് പറയുന്നത് കാലചക്ര തത്വം കൂടിയാണ്. കാലം തന്നെയാണ് ധ്രുവൻ. കാരണം ശിശുമാരന്റെ പുത്രിയായ ഭൂമിയെയാണ് ധ്രുവൻ പിന്നീട് വിവാഹം ചെയ്യുന്നത്. അതിനർത്ഥം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കഥ കാലത്തിന്റെ കഥ കൂടിയാണെന്നാണ് ഉന്നതമായിരിക്കുന്ന വീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ ഏതായാലും ശരി, ഇവിടെ ധ്രുവ രാജകുമാരൻ 36,000 സംവത്സര കാലം തന്റെ ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഉത്തമനെ, അതായത് ധ്രുവന്റെ സഹോദരനായിരിക്കുന്ന ഉത്തമനെ യക്ഷന്മാര് കാട്ടിൽ വെച്ചിട്ട് ആക്രമിച്ചു എന്ന വാർത്ത അദ്ദേഹം കേൾക്കുന്നത്. അപ്പോ കോപാക്രാന്തനായിക്കൊണ്ട് യക്ഷനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എപ്പോഴൊക്കെയാണോ പ്രാരബ്ധ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന അപകടകരങ്ങളായിരിക്കുന്ന ഭേദഭാവനകളുടെ ഭാവഭാവങ്ങൾ തന്നെയാണ്. അതെന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, അടിയുറച്ച കൺസിസ്റ്റന്റ് ആയിരിക്കുന്ന ഉറച്ച ഗുരു തത്വത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഉറച്ച വിശ്വാസം, ഗുരു തത്വത്തില് ഉറച്ച വിശ്വാസം നമുക്കുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ലോകത്ത് സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈശ്വരനെ ലഭ്യമായിട്ടുമുണ്ട്. നമുക്ക് ഈശ്വരനെ ഉണ്ടോ എന്നുള്ള സംശയം തന്നെ പലർക്കും ഉണ്ട്. ഹിന്ദുക്കളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈശ്വരൻ ഉണ്ടോന്ന്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. കാരണം ഈശ്വരൻ ഉണ്ടോന്ന് പലർക്കും ഉറപ്പില്ല. എന്തൊക്കെയോ ചെയ്തിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, കരഞ്ഞൊക്കെ നിലവിളിച്ച് എന്തു പറഞ്ഞാലും ഈശ്വരൻ നമുക്ക് സാധിച്ചു തരും. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈശ്വരനോട് എന്തൊക്കെ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചാലും ധ്രുവരാജകുമാരന്റെ തപസ്സിന്റെ തീക്ഷ്ണതയിൽ ഭഗവത് പ്രത്യക്ഷം ഉണ്ടായതുപോലെ നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കാര്യം സാധിച്ചു എന്ന് വരാം. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കണം, പിന്നീട് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഒക്കെ നേരിടാൻ നമ്മൾ തയ്യാറാവണം. കാരണം നമുക്ക് വേണ്ടതാണോ നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? ഈശ്വരന് മാത്രമേ അറിയൂ നമുക്ക് എന്താ വേണ്ടത് എന്നുള്ള സത്യം. അതിന് വശംവദമാവുക ജീവിതത്തില്. ഇവിടെ അങ്ങനെയല്ല നമ്മൾ കാണുന്ന. ഈ കഥയില് അർത്ഥപ്രകരണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തപസ് ചെയ്തത് കൊണ്ടാവാം. അപ്പോ നമ്മുടെ ജീവിതം എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഭഗവാന്റെ കരത്തിലുള്ള ഓടക്കുഴലായിട്ട് മാറ്റുക നമ്മുടെ ജീവിതം. ഏത് രാഗം വേണമെങ്കിലും ഈശ്വരൻ വാദനം ചെയ്യട്ടെ. ആ ഭഗവതിയുടെ കയ്യിലുള്ളൊരു വീണയാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുക. ഏത് രാഗം വേണമെങ്കിലും ഈശ്വരൻ വാദനം ചെയ്യട്ടെ. നമ്മൾ അതിൽ പരിഭ്രമിക്കേണ്ടതില്ല. കാരണം സുഖദുഃഖങ്ങളൊക്കെ നമ്മുടെ അന്ധകരണത്തിൽ തോന്നുന്ന ചില ഡാറ്റകൾ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. അതിനും അപ്പുറത്തുള്ള ഈശ്വര തത്വത്തെ, നമ്മുടെ ഹൃദയംഗമമായ ഈശ്വര തത്വത്തെ നമുക്ക് ബോധിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ആദ്യം നമ്മൾ തുടങ്ങിയ കൃപയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക. ഏതായാലും ഭേദഭാവനയോടുകൂടി തന്നെയാണ് ധ്രുവന്റെ ജീവിതം അപ്പോഴും തുടർന്നത്. തീക്ഷ്ണമായിരിക്കുന്ന യുദ്ധകളത്തിൽ വെച്ചിട്ട് ആ ധ്രുവനും ഇതുപോലെ തന്നെയുള്ള യക്ഷന്മാരും തമ്മിലുള്ള മായായുദ്ധങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുകയാണ്. ഇവിടെ നമുക്കൊക്കെ ഒരു സംശയം തോന്നാറുണ്ട്. സാധാരണ ഈ പുരാണങ്ങളിൽ ഏത് കഥ പറഞ്ഞാലും ഒരു യുദ്ധത്തിന്റെ കഥ ഇല്ലാത്തൊരു കഥ ഭാഗവതത്തിലില്ല, അല്ലെ? മഹാഭാരതം എന്ന് പറഞ്ഞാൽ മുഴുവൻ യുദ്ധമാണ്. രാമായണം എന്ന് പറഞ്ഞാൽ മുഴുവൻ യുദ്ധമാണ്.
യുദ്ധക്കളം എന്ന് പറയുന്നതിലാണ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്ന ഗീത ഉൽപ്പന്നമായത് എന്നൊക്കെ പറയും. അപ്പൊ എന്തിനാ ഇത്രയും യുദ്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നാം. അതിന് കാരണമുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് എന്താണെന്ന് പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവണം. യുദ്ധത്തിന് പോയ ഒരാള് തിരിച്ചു വരും എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ? അയാൾ തിരിച്ചു വരുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അയാൾ വന്നാൽ തന്നെ ചിലപ്പോ തല ഉണ്ടാവില്ല, ചിലപ്പോ കാലുണ്ടാവില്ല, ചിലപ്പോ ഉടലന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്താ അതിനർത്ഥം? നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് 4:30 മണിക്ക് എന്താ സംഭവിക്കാന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. 10 മണിയാകുമ്പോ എന്താ സംഭവിക്കാന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അപ്പോ നമ്മുടെ ജീവിത കളം, ജീവിതം തന്നെയാണ് യഥാർത്ഥത്തില് യുദ്ധം. അൺപ്രഡിക്റ്റബിൾ ആയ, യാതൊരു തരത്തിലും പ്രവചനങ്ങൾക്ക് സ്ഥാനമില്ലാത്ത നമ്മളുടെ ജീവിത കളം തന്നെയാണ്, ജീവിത സമരവേദി തന്നെയാണ് യഥാർത്ഥത്തിൽ യുദ്ധക്കളം. ആ യുദ്ധക്കളത്തിലാണ് അർജുനന് ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ യുദ്ധക്കളത്തിലാണ് ഇവിടെ സ്വയംഭൂമനുവിന്റെയും യക്ഷന്റെയും ഒക്കെ ഉപദേശത്തിന് ധ്രുവൻ പാത്രീഭൂതനാവുന്നതും. അവര് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? ഭേദഭാവനകള് മാത്രമേ നിന്റെ കയ്യിലുള്ളൂ. കാരണം എന്താ? ഇത് നിന്റെ സഹോദരനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അർത്ഥവത്തായ ചോദ്യമാണത്. ആ രജോഗുണയുക്തമായിരിക്കുന്ന ശരീരാവബോധങ്ങളിൽ ഞാനെന്ന് തുടിക്കുന്ന എൻ്റെ ആ സംത്രാസങ്ങളെ എനിക്ക് എപ്പോഴാണോ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുക, എപ്പോഴാണോ എനിക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുക, എൻ്റെ ആത്മജ്യോതിസിനെ എനിക്ക് കാണാൻ സാധിക്കുക, അതാണ് യുദ്ധക്കളത്തിൽ ധ്രുവൻ നേടിയ നേട്ടം. നമ്മളും ഈ യുദ്ധക്കളത്തിൽ നേടേണ്ട നേട്ടം അത് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്ന ആത്മജ്യോതിസിനെ കാണാൻ സാധിക്കുക. ഏതായാലും ധ്രുവൻ എന്താ ചെയ്തത്? ധ്രുവൻ അതോടുകൂടി തൻ്റെ രാജ്യത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രാരബ്ധം അവിടെ കൊണ്ട് തീരുകയാണ്. അങ്ങനെ രാജ്യത്തെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ധ്രുവൻ പിന്നീട് ചെയ്തത് എന്താ? നന്ദസുനന്ദാദികളെ കണ്ടുകൊണ്ട് ബദര്യാശ്രമത്തിൽ തപസ്സു ചെയ്തു. നന്ദസുനന്ദാദികൾ എന്ന് പറയുന്നത് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ കഥ വളരെ സുതാര്യമാണ്, വളരെ ലളിതവുമാണ്. അയത്ന ലളിതമായ കഥയാണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എല്ലാം തുറന്നാ പറഞ്ഞിരിക്കുന്നത്. നന്ദസുനന്ദാദികൾ എന്ന് പറഞ്ഞാല് ആനന്ദത്തിന്റെ ഭാവഭാവങ്ങൾ തന്നെയാണ്. ആനന്ദരൂപം തപസ്സിലൂടെ ലഭ്യമാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പോടുകൂടി തപസ്സു ചെയ്യാൻ തീരുമാനിക്കുക. ഗുരുവാക്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസമാണ് ഇവിടെ തപസ് അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഒരു നിലാവുള്ള രാത്രിയിൽ ഒരു മനുഷ്യൻ ഹൗറാ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് പിടച്ചു വീണൊരു കഥയുണ്ട്. ആ മനുഷ്യൻ ബംഗാളി ലോകം കണ്ട ഏറ്റവും പ്രതിഭാധനനായിരുന്ന ഒരു മഹാതപസ്വിയായിരുന്നു. നാടകരംഗത്ത് അദ്ദേഹത്തെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്ര തപസ്വിയായിരുന്നു അദ്ദേഹത്തിന്റെ മേഖലയിൽ. പ്രൊഫഷണലായിട്ട് സംവിധായകൻ എന്ന നിലയിൽ, നടൻ എന്ന നിലയിൽ, ആക്ടർ എന്ന നിലയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം വ്യഭിചാരശാലകളിൽ നിന്ന് വ്യഭിചാരശാലകളിലേക്കും മദ്യശാലകളിൽ നിന്ന് മദ്യശാലകളിലേക്കും ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഒരു നാൾ അർദ്ധരാത്രിയില് പൗർണമി രാവിൽ നക്ഷത്രങ്ങൾ ചിമ്മാതെ നോക്കി നിൽക്കവേ ആ മനുഷ്യൻ ഹൗറാ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. ആ മനുഷ്യനെ അങ്ങനെ ലോകത്തിന് ഉപേക്ഷിക്കാൻ മനസ്സില്ലാഞ്ഞത് കൊണ്ടാവണം പ്രഭാതത്തിൽ അദ്ദേഹം ചെന്ന് കയറുന്നത് സാക്ഷാൽ രാധാകാന്തന്റെയും പഞ്ചവടിയുടെയും സ്പന്ദനങ്ങൾ നിറഞ്ഞു നിന്ന് കൊൽക്കട്ട കാളി തന്റെ ശരീരത്തിൽ ഭ്രമാത്മകങ്ങളായിരിക്കുന്ന ലോകങ്ങളെ സൃഷ്ടിക്കുന്നുവെന്ന് ലോകം കരുതുന്ന, എന്നാൽ കാളിയുടെ നിത്യോപാസന ചെയ്തിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമകൃഷ്ണദേവന്റെ മടിത്തട്ടിലാണ് ആ മനുഷ്യൻ കിടന്നിരുന്നത്. നദിയിലൂടെ ഒഴുകി വന്ന് ആ നിമിഷം മുതൽ ആ മനുഷ്യൻ മാറി. അദ്ദേഹമാണ് സാക്ഷാൽ ദ ബൊഹീമിയൻ ഡിവോട്ടി ഓഫ് ശ്രീരാമകൃഷ്ണദേവ, സാക്ഷാൽ ഗിരീഷ് ചന്ദ്ര ഘോഷ്. ആ ഗിരീശൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. ആ ഗിരീശൻ പിന്നീട് പറഞ്ഞെന്താ അറിയോ? ശ്രീരാമകൃഷ്ണദേവനെ ഈശ്വരൻ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് ഗിരീശനാണ്. വിവേകാനന്ദ സ്വാമിജിയല്ല, ഗിരീഷ് ചന്ദ്ര ഘോഷാണ് ശ്രീരാമകൃഷ്ണദേവനെ ഈശ്വരൻ എന്ന് ആദ്യമായിട്ട് ഈ ലോകത്ത് വിളിക്കുന്നത്. ഗിരീഷൻ എന്താ പറഞ്ഞെന്നറിയോ? ശ്രീരാമകൃഷ്ണദേവനെ പോലൊരാളെ, ഒരു ഗുരുവിനെ, ഒരു ഈശ്വരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുമായിരുന്നുവെന്ന് ഇതിനു മുൻപറിഞ്ഞിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പാപങ്ങളും ചെയ്തേ ഞാൻ ഇവിടെ വരുമായിരുന്നുള്ളൂ എന്നാണ്. എത്ര ഉറച്ച വിശ്വാസമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെയാണ് തപസ് എന്ന് പറയുക. അല്ലാതെ നമ്മൾ തപസ് എന്ന് പറയുന്നത് ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നാലും വീട്ടിലിരുന്നാലും ഒരുപോലെയല്ലേ? മനസ്സ് നേരെയല്ലെങ്കിൽ
ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പൊ പലരും ആലോചിക്കണം, എന്താ 5 മണിക്കെങ്കിലും പോയാ മൂത്ത മോള് വരുമ്പോ ചായ ഉണ്ടാക്കി കൊടുക്കുക, അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം, ഇവിടെ ഇരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ശ്രദ്ധ വേറെ എവിടെയോ ആണെങ്കിൽ, എവിടെ ഇരുന്നാലും ശരി നമ്മുടെ ജീവിതത്തില് ഈ ഏകാഗ്രമായിരിക്കുന്ന 1 പോയിന്റ് എന്നാ പറയുക, അതായത് ഒരു ഷാർപ്പാവണം നമ്മുടെ ജീവിതം, ബ്ലണ്ട് ആവരുത്, അലേർട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഓരോ നിമിഷങ്ങളിലും ഏത് കേട്ടാലും ഏത് കണ്ടാലും ഏത് പഠിച്ചാലും ഓരോരുത്തരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തിൽ നാം തയ്യാറാവുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത്. അങ്ങനെയാണ് ഓരോ തപസ്വികളായിട്ടുള്ള ആളുകളും മുന്നോട്ട് വരുന്നത്. പണ്ട് ഒരിക്കല് ഞാനിങ്ങനെ സംശയിക്കുമായിരുന്നു, ഭൂമാനന്ദ സ്വാമിജി എത്ര അപാരമായിട്ടാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. അപ്പം ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, നിഗമാനന്ദ സ്വാമിജിയോട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച സമയത്ത് സ്വാമിജി എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് മഹാത്മാക്കള് അങ്ങനെയായി തീരുന്നത്, എല്ലാ മഹാത്മാക്കളും എങ്ങനെയാണ് അവരുടെ പാതയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞെന്താ വെച്ചാൽ, സ്വാമിജി പറഞ്ഞിട്ടുണ്ട് അത്രേ, ഏത് കാര്യം കണ്ടാലും നിരീക്ഷിക്കുക, ഏത് കാര്യം കണ്ടാലും നിരീക്ഷിച്ചിട്ട് അവരിൽ നിന്ന് വേണ്ട ഗുണങ്ങൾ നമ്മൾ ഇങ്ങെടുക്കുക. അതൊരാളിൽ നല്ല ഗുണമാണ്, നമുക്ക് തോന്നുകയാണ് അത് വേണം, അതെടുക്കുക. രണ്ടാമതെന്താ, അത് പ്രാക്ടീസ് ചെയ്യുക. ചിലത് നമ്മളിൽ ഉറക്കില്ല, ഉറക്കാത്തത് വീണ്ടും 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 നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുക. അതല്ലേ നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ കാണുക. അല്ലേ, ദത്താത്രേയൻ എന്ന അവധൂത ഗുരുനാഥന് എന്താണ് ഗുരുവല്ലാത്തതെന്ന് ചോദിക്കുന്നതാണ് നല്ലത്. കാരണം ഭൂമിയും ജലവും വായുവും അഗ്നിയും വേശ്യയും ശരമുണ്ടാക്കുന്നവനും ആനയും കുട്ടിയും കുമാരികയും വള പോലും ഗുരുവാണ്. കാരണം കുമാരിക എന്ന കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന 2 വളകൾ തമ്മിലുള്ള സ്പന്ദനം കൊണ്ട് 2 പേര് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പോലും പറയണം. അപ്പൊ എത്ര സൂക്ഷ്മമായിട്ടാണ് ഋഷീശ്വരന്മാരുടെ ദർശനം. കാരണം അവര് ആക്ടിവേറ്റഡ് ആയ പ്രചോദിതമായ ബുദ്ധി കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ ബുദ്ധി പ്രചോദിതമാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നന്ദസുനന്ദാദികളെ ദർശിച്ചുകൊണ്ട് ആനന്ദമയ കോശത്തിന്റെ സന്താനമായിരിക്കുന്ന ആത്മപ്രാപ്തി അല്ലെങ്കിൽ ജ്യോതിസ്, ഇവിടെ ഉത്താനപാദൻ എന്ന് പറയുന്ന വിജ്ഞാനമയ കോശത്തിൽ നിന്ന് ജനിച്ച് കാമനകളിലൂടെ കടന്നു വന്ന് കാമനകൾ പ്രാരബ്ധം കൊണ്ടടക്കി പ്രാരബ്ധ ജീവിതത്തെയും ധന്യമാക്കി. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ കഷ്ടത എന്നല്ല, തുടങ്ങി വെക്കപ്പെട്ട കർമ്മങ്ങൾ എന്നാണ്. ആ തുടങ്ങി വെക്കപ്പെട്ട കർമ്മങ്ങൾ പൂർത്തീകരിച്ച് കാലാന്തരത്തിൽ താൻ ചെയ്തതെല്ലാം എത്രത്തോളം നിഷ്പ്രഭങ്ങളാണെന്ന തിരിച്ചറിവിലേക്ക് വന്ന് ശക്തമായിരിക്കുന്ന ജീവിതത്തില് തപസ്സനുഷ്ഠിച്ച് മൃത്യുവിന്റെ മസ്തകത്തിലേക്ക് ധ്രുവൻ കടന്നുപോയി എന്നാണ്. മൃത്യുവിന്റെ മസ്തകത്തിൽ ചവിട്ടിയിട്ട് ധ്രുവപദത്തിലേക്ക് ധ്രുവരാജകുമാരൻ കടന്നുപോയി അജയ്യനായി മാറി, അമൃതസ്വരൂപനായി മാറി. ഉപനിഷത്ത് പറയുന്നത് പോലെ അമൃതം കുടിച്ചവനായി മാറി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തിന്റെ കൂടെ കാലപ്രയാണം കൂടി ആയിട്ടുള്ള കഥ കൂടിയാണ്. ഒരു കഥ എന്നതിലുപരിയായിട്ട് ഇതൊരു പ്രാക്ടിക്കൽ ഫിലോസഫിയാണ് നമ്മുടെ ജീവിതത്തിന്റെ. ഭാഗവതത്തിൽ ഓരോ കഥകളും അങ്ങനെ തന്നെയാണ്. കാരണം ഓരോ കഥകളിലും നമ്മളെ കാത്തിരിക്കുന്നത് തത്വദീക്ഷകളാണ്. അപ്പൊ ധ്രുവന്റെ കഥ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വഴിത്തിരിവ് കൊണ്ട്, ധ്രുവന്റെ ജീവിതത്തിൽ സഭാമധ്യത്തിൽ വെച്ചുണ്ടായിരിക്കുന്ന അപമാനമാണ് ധ്രുവനെ അമ്മയുടെ നിർദ്ദേശപ്രകാരം മധുവനം പോവാൻ പ്രേരിപ്പിച്ചതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ വഴിത്തിരിവുകളിൽ ശക്തമായിട്ട് ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും തപസ്വികളായി മാറാനും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ കഥയുടെ സാരം അതാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന വഴിത്തിരിവുകൾ, ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വഴിത്തിരിവാണ് അദ്ദേഹത്തിന് ശമീക മഹർഷിയുടെ തോളിലേക്ക് ഒരു അനർത്ഥം എടുത്തിടാനായിട്ടുണ്ടായിരിക്കുന്ന ഒരു തോന്നല്. അതിലൂടെ അദ്ദേഹം ജീവൻ മുക്തിയുടെ പാതയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. അതിനർത്ഥം എന്താ, ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോന്നും ഈശ്വരകൃതമായത് തന്നെയാണ്. ഈശ്വരന്റെ ഇച്ഛപ്രകാരം മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അപ്പോൾ മൃത്യുവിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് എന്നെ ഞാൻ അറിയുക തന്നെയാണ്. ഭഗവത്ഗീത അതുകൊണ്ടാണ് പറയുക, അജ്ഞാനിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്, അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നാണ്. അവനവനെ കുറിച്ചുള്ള അറിവ് വന്നാലാണ് മൃത്യുവിനെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുക. ഞാൻ ആരാണ് എന്ന ചോദ്യമാണ് വേദാന്തത്തിൽ നമ്മൾ ആദ്യം ശീലിക്കേണ്ടതെന്ന് പറയും. എന്നെ കുറിച്ചുള്ള അറിവ്. കാരണം ഞാൻ എന്ന് എൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ഞാനുണ്ട്. ഇപ്പൊ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരു ഞാനുണ്ട്, അല്ലെ? ഉണർന്നിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന റിസപ്റ്റ് ചെയ്യുന്ന ഒരു ഞാനുണ്ട്. ഇനി അതല്ല, സുഷുപ്തിയിലേക്ക്
പോകുന്നതിന് മുൻപുള്ള സ്വപ്നാവസ്ഥയിൽ ഒരു ഞാനുണ്ട്, അല്ലേ? ഉറക്കത്തിലേക്ക് പോണതിന് മുമ്പ് സ്വപ്നത്തിൽ ഒരു ഞാനുണ്ട്. സ്വപ്നത്തിലുള്ള ഞാൻ എന്ന് പറയണ ആൾക്ക് ജാഗ്രത്തിൽ നാം അനുഭവിക്കുന്നത് പോലത്തെ അനുഭവങ്ങൾ സ്വപ്നത്തിൽ സാക്ഷിത്വ രൂപത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നാണ് ആ സമയത്തുള്ള എൻ്റെ ധാരണ, അല്ലേ? സ്വപ്നത്തിൽ ദാഹിച്ചാൽ നല്ല ദാഹം തന്നെയാണ്. സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചാൽ അത് കിട്ടിയത് തന്നെയാണ്. അതിന് അനുഭവം അവിടെ തന്നെയുണ്ട്. ഇനിയോ അപ്പോ സ്വപ്നത്തിൽ അനുഭവിക്കുന്ന ഒരു ഞാനുണ്ട്, ജാഗ്രത്തിൽ അനുഭവിക്കുന്ന ഒരു ഞാനുണ്ട്, ഇനി സുഷുപ്തിയിൽ ഇതൊക്കെ അനുഭവിക്കുന്ന ഉണർന്നിരിക്കുന്ന ഒരു ഞാനുണ്ട്, അല്ലെ? ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരാളോട് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം ചോദിച്ചാൽ എന്താ പറയാ? സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അപ്പൊ ചിലർ പറയും ഉറക്കത്തിലൊന്നും അറിഞ്ഞില്ല. ഉറക്കത്തിലൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു അറിവായൊരു ഞാൻ, ഉണർന്നൊരറിവായി അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എങ്ങനെയാ ഒന്നും അറിഞ്ഞില്ല എന്ന് ഞാൻ പറയാ? ഒന്നും അറിഞ്ഞില്ല എന്ന അറിവിനെ അറിവാക്കി മാറ്റിയ ഒരു അറിവായൊരറിവ് ഞാൻ എന്ന രീതിയിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇനിയോ അപ്പൊ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉണർന്നിരിക്കുന്ന ഒരു ഞാൻ, എൻ്റെ ആ ജ്യോതിസ്. അതുകൊണ്ടാണ് ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന ഒരു കീർത്തനം ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ അതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? ഇപ്പൊ വലിയ വലിയ കാര്യങ്ങളല്ലേ, നാരായണീയം, ഭാഗവതം, അല്ലേ? ഒക്കെ വലിയ. കാരണം ഇതൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് മഹാത്മാക്കൾ പറയും. കാരണം എന്താ വെച്ചാൽ ആധ്യാത്മികമായിരിക്കുന്ന പന്ഥാവിൽ പോകുന്ന സമയത്ത് ഇവിടെ ധ്രുവരാജകുമാരന്റെ കഥ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈശ്വരനെ മുമ്പിൽ കണ്ടാൽ പോലും എനിക്കിത് മതി എന്ന് പറയാൻ തക്ക അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈശ്വരനെ കണ്ടാൽ പിന്നെ എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഈശ്വരനെ കണ്ടാൽ പോലും സംസാരിക്കുന്നവരാണെന്നർത്ഥം, അല്ല? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ ഈ ഭാഗത്തല്ല, തൃശ്ശൂരിലുള്ള കാര്യമല്ല പറയണത്, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്. പേടിയാവും. നാരായണിയൊക്കെ ജപിക്കുന്ന അമ്മമാരുണ്ട്, നല്ല കാര്യമാണ്. അവര് ജപിക്കുന്നതൊക്കെ കേട്ടാൽ എന്ത് രസമാണെന്നറിയോ? പക്ഷേ എല്ലാവരും പരസ്പരം തമ്മിൽ തല്ല. ആകെ പ്രശ്നം. അയാൾ മൈക്ക് വെച്ച് ജപിച്ചു, എനിക്ക് മൈക്ക് തന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയാ, അഭിമാനം വരാതെ എങ്ങനെയാ അറിയില്ല. കാരണം അഭിമാനം വന്നില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്, അതും ഒരഭിമാനമാണ്. അതാണ് ചില ആളുകൾ പറയും, എനിക്കിപ്പോൾ പഴയ പോലെ ഒരാസക്തി ഒന്നിനോടും ഇല്ല, ഞാനിപ്പോൾ തീരെ, എനിക്ക് ആ പഴയ അതൊക്കെ പോയി. അവര് മഹാ അപകടക്കാരായിരിക്കും അവര്. കാരണം എന്താ വെച്ചാൽ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പഞ്ചസാരയുടെ മധുരത്തിന് പഞ്ചസാരയ്ക്ക് ആസ്വാദനല്ലേ, ആസ്വദിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. അപ്പൊ ഇവിടെ മൃത്യുവിനെ അതിജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല ഈ കഥ മര്യാദയ്ക്ക് വായിച്ചാൽ. കാരണം എന്താ, ഈ കഥയോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അത് പറയാനാണ് ഇത്രയും സമയം വന്നത്. ഈ ഓരോ കഥകളും കേട്ടിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന നമ്മളുടെ കഥ കഴിയണം. മനസ്സിലായില്ലേ? ചായ കുടിച്ചിട്ട് ആലോചിച്ചാൽ മതി. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഓരോ പ്രാവശ്യവും നമ്മുടെ കഥ കഴിയണം. ഭാഗവതം അങ്ങനെയാണ്. അവസാനം പരീക്ഷത്തിന്റെ കഥ കഴിയുന്നതിന്റെ കൂടെ ആരുടെ കഥയും കഴിയണം? ഞാൻ എന്ന എൻ്റെ സൂപ്പർ ഈഗോയുടെ കഥ കഴിയണം. കഥ കേട്ട് കഥ കഴിയാനാവണം ഇവിടെ വരുന്നത്. കഥ കേട്ട് കഥയും കൊണ്ട് പോവാനല്ല, കഥ കഴിയണം നമ്മുടെ ജീവിതത്തിന്റെ. ഞാൻ എന്ന എൻ്റെ കഥ കഴിയുമ്പോഴാണ് മൃത്യുവിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്ത് ധർമ്മം അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പൊ നോട്ടൊക്കെ നിരോധിച്ചത് കണ്ടില്ലേ? ഇനിയിപ്പോ കറൻസി ഇല്ലാത്തൊരു രാജ്യം വരികയാണ്. അതിന്റെ എന്താ ഗുണം? കള്ളനോട്ടുകൾ ഇല്ലാണ്ടാവും. കാരണം കലിയുഗം കഴിഞ്ഞാൽ പിന്നീട് വരേണ്ടത് എന്താ? സത്യയുഗമാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ട് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം നമ്മുടെ, കാരണം ആലോചിച്ച് നോക്കിക്കോളൂ, ഹിന്ദു സംസ്കാരത്തെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇപ്പൊ ലോകം, ഭാരതം ഉറ്റുനോക്കുന്നത്, അല്ലെ? എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ളതും ആര് മാത്രമേ ഉള്ളൂ? ഹിന്ദു സംസ്കാരത്തിനേ ഉള്ളൂ. വേറെ ആർക്കും പ്രശ്നങ്ങളില്ല. കാരണം എന്താ? കായുള്ള മരത്തുമ്പിലേക്ക് മാത്രമേ എറിയാൻ പറ്റുള്ളൂ, കായില്ലാത്ത മരത്തിലേക്ക് എറിയാൻ പറ്റൂ. ഇപ്പൊ ചിലർക്കൊക്കെ ഭയമാണ്. ഇപ്പൊ ശബരിമല പ്രശ്നമൊക്കെ വന്നാൽ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതല്ല ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ, അതിന് മേലെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സംസ്കാരത്തെ ഒന്ന് അറിയുക, അടുത്തൊന്ന് പരിചയപ്പെടുക. അപ്പോഴാണ് മനസ്സിലാവും ഇതിന്റെ കരുത്ത് എത്ര വലുതാണ്.
എത്ര ഉജ്ജ്വലമാണ് അതിൻ്റെ കരുത്ത്. കാരണം ഇവിടെ വിഷ്ണു സഹസ്രനാമ യജ്ഞമൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ അന്തരംഗത്തിൽ ഇപ്പോൾ ധ്രുവന്റെ കഥയും പ്രഹ്ലാദന്റെ കഥയും ഒക്കെ നമ്മളിപ്പോൾ ഒരു ചെറിയ വീക്ഷണം, കാരണം അത്രേ വേണ്ടൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ആ വീക്ഷണം എന്താണെന്ന് അറിയുക. ഇത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ധ്രുവന്റെ കഥ കാലചക്രത്തിന്റെ രീതിയിലോ തന്ത്രശാസ്ത്രത്തിന്റെ രീതിയിലോ അദ്വൈത വേദാന്തത്തിന്റെ രീതിയിലോ ശിവാദ്വൈതത്തിന്റെ ഒക്കെ ആവാം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ആ ഫിലോസഫിയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, പഠിക്കേണ്ടതും. അപ്പൊ ധ്രുവന്റെ കഥ എന്ന് പറയുന്നത് ആലോചിച്ചാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സമയം അതിക്രമിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. എന്താ ഈ കഥയുടെ ആശയം ചോദിച്ചാൽ ആദ്യമേ നമ്മളൊരു റൂട്ടായിട്ട് പറഞ്ഞവ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് നിർത്താം. കാരണം ധ്രുവചരിതം എന്ന് പറയുന്നത് മൃത്യുവിൽ തുടങ്ങി മൃത്യുവിന്റെ മസ്തകത്തിൽ ചവിട്ടിക്കൊണ്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ ആന്തരികമായിരിക്കുന്ന അർത്ഥതലങ്ങളിലൂടെ നമ്മൾ അല്പാൽപമായിട്ടൊക്കെ സഞ്ചരിക്കുകയുണ്ടായി. ഉത്താനപാദനാണ് നമ്മൾ ഓരോരുത്തരും. പാദമുത്താനമായിട്ടാണ് നമ്മൾ അമ്മയുടെ വയറ്റുന്ന പുറത്തേക്ക് പോകുന്നത്. പാദമുത്താനമാവുക എന്ന് പറഞ്ഞാൽ എന്താ? തലതിരിഞ്ഞു പോരുക. അതുകൊണ്ടാണ് സുനീതിയെയും സുരുചിയെയും നമ്മളുടെ വസ്തുബോധം അല്ലെങ്കിൽ അഭേദ ഭാവചിന്തകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന വൈയക്തികമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ എങ്ങനെയാണോ ഗുരുവിന്റെ കൃപ കൊണ്ട് തപസ്സു ചെയ്യേണ്ടത്, ആ തപസ്സിലൂടെ ചര്യകളിലൂടെ സഞ്ചരിച്ച പ്രാരബ്ധ വിഷയങ്ങളെ വാസനകളിൽ നിന്ന് മോചനം കൊടുത്ത് വാസനകൾ കാലാന്തരത്തിൽ ക്ഷയിച്ച് വാസനാക്ഷയം കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ ആനന്ദപ്രാപ്തി ഉണ്ടായി മൃത്യുവിന്റെ മസ്തകത്തിൽ എങ്ങനെ ചവിട്ടി നമുക്ക് ഈ ലോകത്തെ മറികടക്കാം, ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാം എന്നുള്ള കഥയുടെ ഒരു തലമാണ് ധ്രുവചരിതത്തിന്റെ ആന്തരികാർത്ഥം. അപ്പൊ ഏതായാലും ധ്രുവചരിതം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ കഥയാണ്. ഇതിൽ ഓരോ കഥയും നമ്മളുടെ തന്നെ കഥയാണ്. അപ്പൊ കഥ കേട്ട് നമ്മളുടെ കഥ ഇല്ലാതെ കഥ കഴിയട്ടെ, എൻ്റെ ഈഗോ ഞാൻ എന്ന എൻ്റെ ഈഗോ ഇല്ലാതാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരിക്കാൻ സാധിച്ചത് ഭാരതീയ സന്യാസധർമ്മത്തിന്റെ ദീപ്തി കൊണ്ടാണ്. ആ സന്യാസധർമ്മ പാതാരവിന്ദങ്ങളിൽ എല്ലാ പ്രണാമങ്ങളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, എല്ലാവരുടെയും പാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു പരമാത്മനേ.